Good morning. Good morning, ma'am. Good morning. Exam ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? എളുപ്പമായിരുന്നോ? പഠിക്കാൻ പറ്റിയില്ല. എന്താണ് ശ്രീലക്ഷ്മി? പഠിക്കാൻ പറ്റിയില്ലായിരുന്നു. ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു, സർജറി ഒക്കെ ആയിട്ട്. അറ്റൻഡ് ചെയ്തിരുന്നോ? അറ്റൻഡ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എക്സാമിന് അതിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ മാം. ഓക്കെ, നമ്മള് പുതിയൊരു ചാപ്റ്ററിലേക്ക് കിടക്കാണ്. തേർഡ് ആൻഡ് ഫോർത്ത് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്ത് കാണും അല്ലെ? തേർഡ് ആൻഡ് ഫോർത്ത് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തില്ലായിരുന്നോ? തേർഡ് മോഡ്യൂൾ അല്ലേ ഇപ്പൊ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഫസ്റ്റ് ക്ലാസ് മാമിന്റെയാ. ആണോ? ഇന്നലെയൊന്നും നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ലേ? ഇന്നലെ ഇംഗ്ലീഷ് മാത്രമേ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് മാത്രമേ ഉണ്ടായിരുന്നു. ഓക്കെ, ശരി. റിസൾട്ട് ഒക്കെ പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല കേട്ടോ. അടുത്ത ദിവസം തന്നെ ഉണ്ടാവുമേ. ഓക്കെ, അപ്പൊ നമ്മള് തേർഡ് മോഡ്യൂൾ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ മിസ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ ഹോസ്പിറ്റൽ. ഇതാണ് കേട്ടോ. തേർഡ് ആൻഡ് ഫോർത്ത് മോഡ്യൂളുകളിലെ ചാപ്റ്റേഴ്സിന്റെ എണ്ണം കുറവാണെങ്കിലും കുറച്ചധികം ലെങ്തി ചാപ്റ്ററുകളാണ്. അല്ലാതെ നമ്മൾ പഠിച്ച പോലെ ഒരു ഡിപ്പാർട്ട്മെന്റുകളോ അതിലെ ഫംഗ്ഷൻസോ മാത്രമല്ല, കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്, തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചൊന്നും ഇമ്പോർട്ടൻസ് കൊടുത്തു പഠിക്കേണ്ട ഭാഗം കൂടിയാണ്. നമുക്ക് മറ്റൊന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ്സിൽ ഇരുന്ന് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും അല്ലെ? ഒരു ക്ലാസ്സിൽ ഇരുന്ന് ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാവില്ല, ഒരു ക്ലാസ് കേൾക്കുന്നതിന്റെ ബേസിസിൽ മാത്രം ഇല്ലേ? അപ്പൊ അതുപോലെ നമുക്ക് ഈ ഒരു ചാപ്റ്റേഴ്സ് പേടിപ്പിക്കാൻ പറയുന്നതല്ല കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ചാപ്റ്റേഴ്സ് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം കുറച്ചും കൂടി തിയറിറ്റിക്കൽ ആണ്, ജനറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് പറയുന്നത് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുള്ള. അപ്പൊ അതൊക്കെ നമുക്ക് ചിലപ്പോൾ ഫെമിലിയർ അല്ലാത്ത കാര്യങ്ങളായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ളതാകുമ്പോ നിങ്ങൾ നിങ്ങളുടേതായ കുറച്ചുകൂടി എഫേർട്ട് എടുത്ത് നമ്മുടെ ക്ലാസ്സിൽ ഇരുന്ന് തന്നെ പഠിച്ചു പോവാന്നല്ല, ക്ലാസ് അറ്റൻഡ് ചെയ്യുക, അതോടൊപ്പം തന്നെ നല്ല ശ്രദ്ധയോടുകൂടി ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും അതോടൊപ്പം നിങ്ങൾ കുറച്ച് സമയം ചെലവഴിച്ച് അത് 1-2 പ്രാവശ്യം എന്ത് ചെയ്യണം, ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒന്ന് വായിച്ചൊക്കെ മനസ്സിലാക്കി വെക്കാൻ മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഫുള്ള് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഭാഗങ്ങളല്ല കേട്ടോ. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഭാഗങ്ങൾ സ്ട്രെസ് ചെയ്ത് അത് ഫോക്കസ് ചെയ്ത് പഠിക്കാം. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് തേർഡ് ആൻഡ് ഫോർത്ത് മോഡ്യൂള് നന്നായിട്ട് നമുക്കൊന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കാരണം അതിനനുസരിച്ച് പോർഷൻസ് ലെങ്ത് കൂടുതലാണ്. ഓരോ ചാപ്റ്റർ ചില ചാപ്റ്റേഴ്സ് വലിയ ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ മുഴുവൻ ഫോളോ ചെയ്യാന്ന് പറയുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നാം. അത് തോന്നാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് പറയുന്നത്. സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു തരും, അതിനനുസരിച്ച് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുള്ള ഭാഗങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടേതായ കുറച്ച് എഫേർട്ട് കൂടി എടുത്ത് നന്നായിട്ട് വായിച്ച് ആ പോർഷൻസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് തേർഡ് ആൻഡ് ഫോർത്ത് മോഡ്യൂൾ ആണ് ഇപ്പൊ എടുക്കാൻ പോകുന്നത്. അതിൽ തേർഡ് മോഡ്യൂളിലെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ചാപ്റ്റർ 8 ആണ് കേട്ടോ. 8th ചാപ്റ്റർ ആണ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ ഹോസ്പിറ്റൽ. അതാണ് മിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ ചെറിയ ചാപ്റ്റർ ആണ് കേട്ടോ, സിമ്പിൾ ചാപ്റ്റർ ആണ്. ആദ്യം തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് തുടങ്ങാം അല്ലെ? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ സുരക്ഷയും സുരക്ഷിതത്വവും. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം ഒരു സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലിന് വേണ്ടത്, സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ഹോസ്പിറ്റലിന് വേണ്ടത് എന്തൊക്കെയാണ്? അതാണ് പ്രധാനമായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പൊ ആദ്യം നമ്മള് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കുക. അതിനുശേഷമായിരിക്കും സെക്യൂരിറ്റിയെ കുറിച്ച് പഠിക്കേണ്ട. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയുമ്പോൾ മനസ്സിലാക്കാവുന്ന ഒരുപാട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെ പറയാം കേട്ടോ. നോക്കി, ഫസ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്നത് സേഫ്റ്റി. എന്താണ് സേഫ്റ്റി? സേഫ്റ്റിയെ കുറിച്ചുള്ളൊരു ഡെഫിനിഷൻ ആണ്. ഡിഫൈൻ സേഫ്റ്റി. ഇപ്പൊ പറയുന്ന പോയിന്റ്സ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ. ഫസ്റ്റ് പാർട്ടാണ് സേഫ്റ്റി. എന്താണ് സേഫ്റ്റി എന്നുള്ളതാണ്. ഡിഫൈൻ സേഫ്റ്റി. സേഫ്റ്റി മീൻസ് ടു ബി ഫ്രീ ഫ്രം ഇഞ്ചുറി, റിസ്ക് ഓർ ഹാം. ആ ഒരു സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. സേഫ്റ്റി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സേഫ്റ്റി എന്നാൽ അർത്ഥമാക്കുന്നത് എന്താ? ടു ബി ഫ്രീ ഫ്രം ഇഞ്ചുറി, റിസ്ക്
or harm. എന്താ പരിക്കുകളിൽ നിന്നോ അപകട സാധ്യതകളിൽ നിന്നോ ഉപദ്രവങ്ങളിൽ നിന്നോ മുക്തരാകുന്നതിനെയാണ് സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷ എന്ന് അർത്ഥമാക്കുന്നത്. സേഫ്റ്റിയുടെ ഡെഫിനിഷൻ അല്ലെങ്കിൽ എന്താണ് സേഫ്റ്റി എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് സേഫ്റ്റി മീൻസ് ടു ബി ഫ്രീ ഫ്രം ഇഞ്ചുറി, റിസ്ക് ഓർ ഹാം. എന്തെങ്കിലും പരിക്കുകളിൽ നിന്നോ അപകട സാധ്യതകളിൽ നിന്നോ എന്തെങ്കിലും ഉപദ്രവങ്ങളിൽ നിന്നോ മുക്തരാകുന്നതിനെയാണ് നമ്മൾ സേഫ്റ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ചോദിക്കാറുണ്ട് കേട്ടോ, ആ ഒരു ഡെഫിനിഷനിൽ നിന്നും എന്താണ് സേഫ്റ്റി എന്ന് ചോദിക്കാറുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അണ്ടർലൈൻ ചെയ്തിട്ടും അത്. ഓക്കെ, രണ്ടാമതായിട്ട് പറയുന്നത് the management of any hospital has a two-fold responsibility concerning safety. സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ ഹോസ്പിറ്റലിന്റെയും മാനേജ്മെന്റിന് ഒരു two-fold റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ എന്താ, ഇരട്ട ഉത്തരവാദിത്തം. അപ്പൊ രണ്ട് റെസ്പോൺസിബിലിറ്റി, പ്രധാനമായിട്ടും ഒരു സേഫ്റ്റി, ഒരു ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണ്. സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഈ രണ്ട് റെസ്പോൺസിബിലിറ്റീസ് ആണ് അവർക്ക് പ്രധാനമായിട്ടും ആ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നത്. അതിലൊന്നാമതാണ് ഈ രണ്ട് two-fold റെസ്പോൺസിബിലിറ്റീസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ രണ്ടും കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം ഏതൊക്കെയാണ് എന്ന് ചൂസ് ചെയ്യാനായിട്ട് വരാറുണ്ട് കേട്ടോ. അപ്പൊ ചിലപ്പോൾ ഓപ്ഷനിൽ ബോത്ത് എ ആൻഡ് ബി എന്നുള്ള രീതിയിലും വരാറുണ്ട് കേട്ടോ. ആ രണ്ടെണ്ണം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. അപ്പൊ ഏതൊക്കെയാണ് ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള two-fold റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഇരട്ട ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ഒന്നാമത്തേതാണ് to make the workplace and surroundings safe by creating safe condition. അതായത് അവിടുത്തെ ജോലിക്കാർ അല്ലെങ്കിൽ അവര് സേഫ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് കണ്ടീഷൻ ുള്ള സ്റ്റാഫുകൾക്കും മറ്റുള്ള ആളുകൾക്കും ജോലി സ്ഥലം, അവര് ചെയ്യുന്ന വർക്ക് പ്ലേസ്, അവര് ജോലി ചെയ്യുന്ന ജോലി സ്ഥലവും അതിന്റെ സറൗണ്ടിങ്സ്, അതിന്റെ ചുറ്റുപാടുകളും വളരെ സുരക്ഷിതമാക്കി നിലനിർത്തുന്നതിനാവശ്യമായ സേഫ് കണ്ടീഷൻസ്, സുരക്ഷിതമായിട്ടുള്ള കണ്ടീഷൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഉണ്ടാക്കി നൽകുക. അപ്പൊ അവിടെയുള്ള എല്ലാ ജീവനക്കാർക്കും വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു ജോലി സ്ഥലം വേണം. അതിന്റെ ചുറ്റുപാടും എങ്ങനെയായിരിക്കണം, വളരെ സേഫ് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സേഫ് കണ്ടീഷൻ അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാ? ആ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നത് കാര്യമാണ്. രണ്ടാമത് പറയുന്നത് ടു എസ്റ്റാബ്ലിഷ് communicate to all concerned and enforce safety rules. ഇനി എന്താ, സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട റൂൾസ്. നമുക്കറിയാം ഏതൊരു സ്ഥാപനത്തിലാണെങ്കിലും അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് കുറെ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ പരിപാലിക്കേണ്ടതായിട്ടുണ്ടാവും അല്ലെ. ഇവിടെയും ഹോസ്പിറ്റലും അതുപോലെ തന്നെ സേഫ്റ്റി സുരക്ഷയുമായി ബന്ധപ്പെട്ട റൂൾസ്, സേഫ്റ്റി റൂൾസ് കൃത്യമായിട്ട് നടപ്പിലാക്കുകയും അതുമായി ബന്ധപ്പെട്ട മോഡ്യൂൾ 3rd മോഡ്യൂളാണ് കേട്ടോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളുമായിട്ടും നല്ല രീതിയിൽ ഒരു ആശയവിനിമയം സ്ഥാപിക്കുകയും ചെയ്യുക. അപ്പൊ ഈ രണ്ടെണ്ണവും ഒരു ഹോസ്പിറ്റല് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട ഇരട്ട ഉത്തരവാദിത്തങ്ങളാണ്. അതിൽ ഒന്നാമത്തേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി പറയുന്നത് ഹോസ്പിറ്റലിലെ അവിടെ വർക്ക് ചെയ്യാനുള്ള ജോലി സ്ഥലവും അതുമായി ബന്ധപ്പെട്ട ചുറ്റുപാടുകളും വളരെ സുരക്ഷിതമാക്കി നിലനിർത്തി കൊടുക്കുന്നതിനാവശ്യമായ സേഫ് കണ്ടീഷൻസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ആ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അതിലൂടെ അവരുടെ സേഫ്റ്റി ഉറപ്പുവരുത്തുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർക്ക് ജോലി ചെയ്യുന്ന സ്ഥലമാണെങ്കിലും അതിന്റെ ചുറ്റുപാടാണെങ്കിലും വളരെ സുരക്ഷിതമാക്കി നിലനിർത്താൻ ആവശ്യമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടത് ആ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. രണ്ടാമതായിട്ട് പറയുന്നത് ഹോസ്പിറ്റലില് കൃത്യമായിട്ടുള്ള സേഫ്റ്റി റൂളുകൾ നടപ്പിലാക്കുകയും ഈ സേഫ്റ്റി റൂളുകളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ബന്ധപ്പെട്ട ആളുകളോട് നല്ല രീതിയിലുള്ള ആശയവിനിമയത്തിലൂടെ അത് സ്ഥാപിക്കുകയും ചെയ്യുക. സേഫ്റ്റി റൂൾസ് നടപ്പിലാക്കിയാൽ മാത്രം പോരാ, ഈ സേഫ്റ്റി റൂൾസ് എങ്ങനെ പാലിക്കണം, എങ്ങനെ അവിടെ ഓരോ സ്ഥലങ്ങളിലും സേഫ്റ്റി സുരക്ഷ ഉറപ്പുവരുത്തണം, അതിനു വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ട ഓരോ ജീവനക്കാരോടും അല്ലെങ്കിൽ ഓരോ ആളുകളോടും കൃത്യമായിട്ടുള്ള ആശയവിനിമയത്തിലൂടെ ഈ നിയമങ്ങളും
നിയന്ത്രണങ്ങളും എങ്ങനെയാണ് അത് പാലിക്കേണ്ടത് മുതലായ കാര്യങ്ങളിൽ നല്ല ആശയവിനിമയം നല്ല കമ്മ്യൂണിക്കേഷനിലൂടെ അവരെ അറിയിക്കുകയും ചെയ്യുക. ഇത് രണ്ടും ആ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ചെയ്യേണ്ട സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട ഇരട്ട ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ ടു ഫോൾഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. നമ്മൾ ആദ്യം പറയുന്നത് എന്താണ് സേഫ്റ്റി എന്നാണ് അല്ലെ. സേഫ്റ്റി എന്ന് പറഞ്ഞാൽ മീൻസ് ടു ബി ഫ്രീ ഫ്രം ഇഞ്ചുറി, റിസ്ക് ഓർ ഹാം. എന്തെങ്കിലും ഉപദ്രവങ്ങളിൽ നിന്നോ അപകടങ്ങളിൽ നിന്നോ പരിക്കുകളിൽ നിന്നോ അപകട സാധ്യതകളിൽ നിന്നോ ഒക്കെ മുക്തരാവുന്നതിനെയാണ് സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷ എന്ന് അർത്ഥമാക്കുന്നത്. ദെൻ മാനേജ്മെന്റിന്റെ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ഒരു ടു ഫോൾഡ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒരു ഇരട്ട ഉത്തരവാദിത്തമാണുള്ളത്. അതിൽ ഒന്നാമത്തെ റെസ്പോൺസിബിലിറ്റിയാണ് അവര് ജോലി ചെയ്യുന്ന ജോലി സ്ഥലവും ചുറ്റുപാടുകളും വളരെ സുരക്ഷിതമാക്കി നിലനിർത്താൻ ആവശ്യമായ ഒരു സേഫ് കണ്ടീഷൻ, സുരക്ഷിതമായ ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിച്ചു നൽകേണ്ടത് ആ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. രണ്ടാമതായി പറയുന്നത് ഹോസ്പിറ്റലില് കൃത്യമായിട്ടുള്ള സേഫ്റ്റി റൂൾസ് സ്ഥാപിക്കുകയും ഇത് ബന്ധപ്പെട്ട ആളുകളുമായിട്ട് നല്ല രീതിയിൽ ആശയവിനിമയത്തിലൂടെ അത് സ്ഥാപിക്കുകയും ചെയ്യുക. ഇത് രണ്ടും ആ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആണോ? അത് രണ്ടും ഓക്കെ ആണോ? ഓക്കെ. ദെൻ അടുത്തത് സേഫ്റ്റി അവയർനെസ്. എന്താണ് ഒരു സുരക്ഷാ അവബോധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? The safety awareness, the knowledge of work related risk is necessary. നമുക്കറിയാം എന്തൊരു ജോലി ചെയ്യുമ്പോഴും അതിൻ്റെതായ അപകട റിസ്കുകൾ ഉണ്ട് അല്ലെ. ഏതൊരു ജോലിക്കും അതിൻ്റെതായ റിസ്ക് കാര്യങ്ങളില്ലേ, അപകട സാധ്യതകളില്ലേ. അപ്പൊ അങ്ങനെയുള്ള ഏതൊരു ജോലി ആയിക്കോട്ടെ ആ ജോലിയുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളെ കുറിച്ചുള്ള ഒരു അറിവ് എന്ന് പറയുന്നത് അവർക്ക് വളരെ അനിവാര്യമാണ്. നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും അതുമായി ബന്ധപ്പെട്ട ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അപകട സാധ്യതകളുണ്ടോ അതിനെ കുറിച്ചുള്ള ഒരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം അല്ലെ. ആ ഒരു അറിവുണ്ടാവുക എന്ന് പറയുന്നത് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു അറിവുണ്ടാവുന്നതിനെയാണ് സേഫ്റ്റി അവയർനെസ് എന്ന് പറയുന്നത്. ആ ഒരു ഏത് വർക്ക് ആയിക്കോട്ടെ ആ വർക്കുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകളെ കുറിച്ചുള്ളൊരു അറിവുണ്ടാവുന്നതിനെയാണ് സേഫ്റ്റി അവയർനെസ് അല്ലെങ്കിൽ സുരക്ഷാ അവബോധം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു അവയർനെസ് ഉണ്ട്. നമുക്കറിയാം ഇന്ന ജോലി ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള അപകട സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാവുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കുറച്ചധികം ശ്രദ്ധ കൊടുക്കും അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അല്ലെ എന്തെങ്കിലും ഭാവിയിൽ എന്തെങ്കിലും അപകട സാധ്യതകൾ വരാതിരിക്കാനുള്ള മെഷേഴ്സ് നമ്മൾ എടുക്കും. അതുകൊണ്ടാണ് ആ ഒരു സേഫ്റ്റി അവയർനെസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ സുരക്ഷയുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഏത് ജോലി ചെയ്യുമ്പോഴും ഒരു വ്യക്തിക്ക് വേണ്ട ഒരു കാര്യമാണ് ആ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള അപകട സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അറിവ്. The nursing floors, laundry and kitchen demand special instructions and road safety rules. നമ്മുടെ ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് ലാബുകളിലായിക്കോട്ടെ നഴ്സിംഗ് ഫ്ലോറുകളിലായിക്കോട്ടെ ലോണ്ട്രി ആൻഡ് കിച്ചൺ, ലോണ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ അലക്കുശാലകള്, നമ്മുടെ ഹോസ്പിറ്റലിലെ ലിനൻസ് അല്ലെങ്കിൽ തുണിത്തരങ്ങള് നമ്മൾ അലക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അലക്കുശാലകളെയാണ് ലോണ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇടങ്ങളില് അതുപോലെ നമ്മുടെ കിച്ചൺ മുതലായ ഇടങ്ങളിലൊക്കെ ഡിമാൻഡ് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ്, സ്പെഷ്യൽ ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ ആവശ്യമായ ഇടങ്ങളാണ്. ആൻഡ് ബ്രോഡ് സേഫ്റ്റി റൂൾസ്, ഒരു വിശാലമായ സേഫ്റ്റി റൂൾസും പാലിക്കേണ്ട ഇടങ്ങളാണ്. അപ്പൊ ലാബുകളില് നഴ്സിംഗ് ഫ്ലോറുകളിലായിക്കോട്ടെ ലോണ്ട്രി കിച്ചൺ മുതലായ ഇടങ്ങളിൽ നിന്ന് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് കുറച്ചധികം സ്പെഷ്യൽ ആയിട്ടുള്ള കൺസിഡറേഷൻസും നിർദ്ദേശങ്ങളും ഒക്കെ വെക്കണം, സ്പെഷ്യൽ റൂൾസ് പാലിക്കണം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഒരു ലാബ് എന്ന് പറയുമ്പോൾ നമ്മൾ പല ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടി പല സാമ്പിളുകൾ പല പേഷ്യൻസിനെ കളക്ട് ചെയ്യുന്നതായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇൻഫെക്ഷൻസ് ഒക്കെ പകരാനായിട്ടുള്ള ചാൻസ് ഏറ്റവും കൂടുതലല്ലേ, ഏറ്റവും കൂടുതലുള്ള ഇടങ്ങളല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഇടങ്ങളിൽ സുരക്ഷ പാലിച്ചില്ല, സേഫ്റ്റി പാലിച്ചില്ലെങ്കിൽ അതുവഴി ഒത്തിരി ആളുകൾക്ക് എന്ത് ചെയ്യാം, ഇൻഫെക്ഷൻസ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ നഴ്സിംഗ് ഫ്ലോസ് ആണെങ്കിലും നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുന്ന ഏരിയകളായതുകൊണ്ട് വളരെ സേഫ് ആയിട്ട് അവിടുത്തെ കാര്യങ്ങൾ നടത്തണം.
അതുപോലെ ലോണ്ടറി പലകശാലകളിലാണെങ്കിലും നമ്മൾ ഓരോരോ ഇപ്പൊ ഒരു പുതിയ പേഷ്യന്റ് വരുമ്പോഴും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ തുണിത്തരങ്ങള് അവർ ചേഞ്ച് ചെയ്യും അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മുടെ വാർഡിലോ റൂമിലൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റും പില്ലോ കവറുകൾ കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മൾ ചേഞ്ച് ചെയ്യാറില്ലേ ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്തും ഈ പറയുന്ന ലോണ്ടറി അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സേഫ്റ്റി മെഷേഴ്സും പ്രൊസീജിയേഴ്സും ഉപയോഗിക്കാതെയാണ് ആ തുണിത്തരങ്ങൾ വൃത്തിയാക്കുന്നതെങ്കിൽ അത് അടുത്ത ആൾക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു തുണിത്തരങ്ങളിൽ നിന്നും ഇൻഫെക്ഷൻസ് മറ്റൊരു വ്യക്തികൾക്ക് പകരാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടും ആ ഒരു ഏരിയയിൽ നമ്മൾ വളരെ സേഫ് ആയിട്ടുള്ള റൂൾസ് പാലിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ കിച്ചൺ നമ്മുടെ ഭയങ്കര എന്താണ് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന മേഖലയായതുകൊണ്ട് അതിലൂടെയും പലതരത്തിലുള്ള രോഗങ്ങള് സേഫ്റ്റി പാലിച്ചില്ല, ശരിയായ പ്രൊസീജിയർ അല്ല ചെയ്യുന്നതെങ്കിൽ അതിലൂടെയും ഇൻഫെക്ഷൻസും പലതരത്തിലുള്ള രോഗങ്ങൾ പകരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സേഫ്റ്റി വളരെ ആവശ്യമായിട്ടുള്ള മേഖലകളെ കേന്ദ്രീകരിച്ച് കൃത്യമായിട്ടുള്ള സ്പെഷ്യൽ നിർദ്ദേശങ്ങളും വളരെ വിശാലമായിട്ടുള്ള സേഫ്റ്റി റൂൾസും നമ്മൾ അവിടെ പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ എപ്പോഴും ഇങ്ങനെയുള്ള ഏരിയാസിൽ ഇന്ന അപകട സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പ്രൊസീജിയേഴ്സും മെഷേഴ്സും അവിടെ എടുക്കേണ്ടതായിട്ടാണ്. അതാണ് ശരിക്കും സേഫ്റ്റി അവയർനെസ്സിലൂടെ ചെയ്യുന്നത്. Then the employees should develop a safe attitude and safe behavior. അവിടെയുള്ള ഓരോ എംപ്ലോയീസിനും ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു മനോഭാവം വേണം. അതുപോലെ സേഫ് ബിഹേവിയർ, സുരക്ഷിതമായിട്ടുള്ള ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഒരു പെരുമാറ്റം. അപ്പൊ എന്തൊരു കാര്യത്തെ കുറിച്ചും അത് സേഫ് ആയിട്ട് നമുക്ക് ചെയ്യണം, അല്ലെങ്കിൽ സേഫ് ആയിട്ട് അവര് എന്ത് ചെയ്യണം, അവരെ പ്രൊട്ടക്ട് ചെയ്യണം, അല്ലെങ്കിൽ സേഫ്റ്റി ഉറപ്പുവരുത്തണം എന്ന രീതിയിൽ അവിടെയുള്ള ഓരോ ജീവനക്കാർക്കും അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മനോഭാവം ഉണ്ടായിരിക്കണം. Then the causative factor for most accidents are more human than environmental. അല്ലേ? നമുക്കറിയാം എന്തൊരു കാര്യം നോക്കിയേ എപ്പോഴും ഏതൊരു പ്രശ്നത്തിനും പ്രധാന കാരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കാരണമാകുന്ന ഘടകം എന്ന് പറയുന്നത് മോസ്റ്റ് ആക്സിഡൻസ് മിക്ക അപകടങ്ങളുടെയും പ്രധാന ഘടകം എന്ന് പറയുന്നത് ഹ്യൂമൻ ദാൻ എൻവയോൺമെന്റ് അല്ലെ. പരിസ്ഥിതിയേക്കാൾ കൂടുതൽ മനുഷ്യർ തന്നെയല്ലേ അതിന് കാരണമാകുന്നത് അല്ലെ. അപ്പൊ സേഫ്റ്റി അവയർനെസ്സിലൂടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, ഒരു ജോലി ഉണ്ടെങ്കിൽ ആ ജോലിയുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ എന്താണെന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ച് എന്ത് ചെയ്യുക, അറിവുകൾ ഉണ്ടാക്കുകയും അതിനനുസരിച്ച് ഏതൊക്കെ മേഖലയിലാണോ നമ്മൾ സേഫ്റ്റി കൂടുതൽ കൊടുക്കേണ്ടത് ആ മേഖലകൾ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചുള്ള സേഫ്റ്റി റൂളുകൾ അവിടെ പാലിക്കുക. അവിടെയുള്ള എംപ്ലോയീസിനാണെങ്കിലും അതേ രീതിയിലുള്ള ഒരു സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക. അതുപോലെ ഏതൊരു പ്രധാന അപകടത്തിന്റെയും പ്രധാന കാരണം അല്ലെങ്കിൽ മുഖ്യ കാരണ ഘടകമാകുന്നത് പരിസ്ഥിതിയേക്കാൾ കൂടുതൽ മനുഷ്യർ തന്നെയാണ്. ക്ലിയർ ആണോ? സേഫ്റ്റി അവയർനെസ് ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് നമ്മൾ പ്രധാനമായിട്ടും ഹോസ്പിറ്റലിലെ ഓരോരോ മേഖലയിലും അവർ ഫോളോ ചെയ്യുന്ന സേഫ്റ്റി റൂൾസിനെ കുറിച്ചാണ് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നത് നമുക്ക് കണ്ടുപരിചയമുള്ളതും ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പൊ ഹോസ്പിറ്റലിലെ സേഫ്റ്റി റൂൾസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തത് ജനറൽ സേഫ്റ്റി റൂൾസ്. പേഴ്സണൽ. ആരാണ് പേഴ്സണൽ? ആരാണ് പേഴ്സണൽ എന്ന് പറയുന്നത്? പേഷ്യൻസ് ആണോ? പേഴ്സണൽ എംപ്ലോയീസ് അല്ലെ. വെരി ഗുഡ്. അവിടുത്തെ ജീവനക്കാരെയാണ് നമ്മൾ പേഴ്സണൽ എന്ന് പറയുക അല്ലെ. അപ്പൊ ഇവിടെ ജനറൽ സേഫ്റ്റി റൂൾസ് അവിടുത്തെ എംപ്ലോയീസ് അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വർക്കേഴ്സിന്റെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട സേഫ്റ്റി റൂൾസ് ആണ്. ജനറൽ ആയിട്ട് പാലിക്കേണ്ട സേഫ്റ്റി റൂൾസ് ആണ് പറയുന്നത്. അതിൽ ഒന്നാമത്തത് റൈറ്റ് വേ ടു ഡു എ ജോബ് ഇൻ ദ ഹോസ്പിറ്റൽ ഈസ് ദ സേഫ് വേ. ഇപ്പൊ ഏതൊരു ജോലിയാണെങ്കിലും അത് ശരിയായിട്ട് ചെയ്യുന്നതാണ് ആ ഒരു ശരിയായ രീതി എന്ന് പറയുന്നത് അല്ലെ. ഏതൊരു ജോലിയാണെങ്കിലും അത് ശരിയായ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്കത് സേഫ്റ്റി ഉറപ്പാക്കാം. അതേസമയം വേറെ രീതിയിൽ ചെയ്യുമ്പോഴല്ലേ കുറച്ചുകൂടി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതും അല്ലെങ്കിൽ നമ്മുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും. ഇപ്പോഴും നല്ല രീതിയിൽ ഇതൊരു ജോലിയാണെങ്കിലും അവർ ആ ഒരു റൈറ്റ് വേയിലൂടെ ശരിയായ രീതിയിലൂടെ ചെയ്യുന്നതാണ് ശരിയായിട്ടുള്ളൊരു വഴി എന്ന് പറയുന്നത്. രണ്ടാമത്തത് നോ യുവർ ജോബ് അബ്സല്യൂട്ട്ലി. നമ്മൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് ആ ജോലിയെ കുറിച്ച് കൃത്യമായിട്ടൊരു അറിവുണ്ടാകുന്നു അല്ലെ. ഇപ്പൊ എന്തൊരു ജോലിയാക്കട്ടെ, ഹോസ്പിറ്റലിൽ ഏതൊരു ജോലി ചെയ്താലും ആ ജോലിയെ കുറിച്ചുള്ള ഒരു അറിവില്ലായ്മയിലൂടെയല്ലേ കൂടുതലും അപകടങ്ങൾ വരുന്നത്
അല്ലെ? ആ ജോലി എന്താണ്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, കൃത്യമായ അറിവുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ അപകടങ്ങളും കാര്യങ്ങളും ഒഴിവാക്കാം. എപ്പോഴും എന്ത് ജോലി ചെയ്താലും അത് ശരിയായ രീതിയിൽ ചെയ്യുക, അതുപോലെ തന്നെ ആ ജോലിയെ കുറിച്ച് കൃത്യമായ ഒരു അറിവ് ഉണ്ടാവുകയും വേണം. മൂന്നാമത്തത് whenever there is doubt. ഇനി എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നു, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നു, അങ്ങനെയാണോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്നൊരു ഡൗട്ട് സ്വാഭാവികമായിട്ടും വരാം, അല്ലെ? ഡു നോട്ട് ഇൻഡൾജ് ഇൻ ഗസ്വർk and ask the supervisor. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ഊഹക്കച്ചവടത്തിൽ ഏർപ്പെടരുത്. നമ്മൾ വിചാരിക്കാറുണ്ട് അല്ലെ, ചിലപ്പോ അങ്ങനെയായിരിക്കാം എന്ന രീതിയിൽ നമ്മൾ ഊഹിക്കാറില്ലേ ചില കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടേതായ രീതിയിൽ അങ്ങ് ചെയ്യും, അല്ലെ? ഊഹിച്ച് ഇങ്ങനെ ആവുമായിരിക്കും എന്ന രീതിയിൽ നമ്മൾ ഊഹക്കച്ചവടത്തിൽ ഏർപ്പെടരുത്. നമ്മൾ ഒരു ഗസ് വർക്ക് നടത്താൻ പാടില്ല. എന്തൊരു ഡൗട്ട് വന്നാലും അത് കൃത്യമായിട്ട് സൂപ്പർവൈസർ, നമ്മുടെ സൂപ്പർവൈസേഴ്സ്, അതായത് ജോലിക്കാരുടെ ബേസിൽ നിന്ന് ചിന്തിക്കണം. അവിടെ നിങ്ങൾ ഒരു വർക്കറായിട്ട് നമ്മൾ ആ ഒരു ഹോസ്പിറ്റൽ സ്റ്റാഫ് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഒരു സ്റ്റാഫ് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് എന്ത് ഡൗട്ട് വന്നാലും ഒരിക്കലും അതൊരു ഗസ് വർക്ക് ചെയ്യാതെ, കച്ചവടത്തിൽ ഏർപ്പെടാതെ, മറിച്ച് എന്ത് ചെയ്യുക, നമ്മുടെ സൂപ്പർവൈസേഴ്സ് ആരാണോ അവരോട് കൃത്യമായിട്ട് ചോദിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ് പറയുന്നത് നെവർ ഹാൻഡിൽ ഓർ ഓപ്പറേറ്റ് മെഷീനറി ടൂൾസ് എക്യുപ്മെന്റ് വിത്തൗട്ട് ഓതറൈസേഷൻ. ഇപ്പൊ ഒരുപാട് എക്യുപ്മെന്റ്സും കാര്യങ്ങളും മെഷീനറീസും ടൂൾസും ഒക്കെ ഹോസ്പിറ്റലിൽ ഉണ്ടാവും, അല്ലെ? അതൊന്നും ഒരിക്കലും ആ അംഗീകരിക്കപ്പെടുന്ന ഓതറൈസേഷൻ, അംഗീകൃതമായിട്ടുള്ള ആളുകളുടെ പെർമിഷൻ അല്ലെങ്കിൽ അനുവാദമില്ലാതെ ഒരിക്കലും അത് കൈകാര്യം ചെയ്യാനോ പ്രവർത്തിപ്പിക്കാനോ പാടില്ല. നെവർ ഹാൻഡിൽ ഓർ ഓപ്പറേറ്റ് മെഷീനറി ടൂൾസ് എക്യുപ്മെന്റ് വിത്തൗട്ട് ഓതറൈസേഷൻ. അംഗീകാരമില്ലാതെ അല്ലെങ്കിൽ അനുവാദമില്ലാതെ ഒരു കാരണവശാലും മെഷീനറീസോ ടൂൾസോ എക്യുപ്മെന്റുകളോ പ്രവർത്തിപ്പിക്കാനോ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാനോ പാടില്ല. Then be vigilant and observe eagerly. എപ്പോഴും വളരെ ജാഗ്രതയുള്ളവരായിരിക്കുക. അതുപോലെ കൃത്യമായി വളരെ ആകാംക്ഷയോട് കൂടി ഓരോ കാര്യങ്ങളും നിരീക്ഷിക്കുക. അതായത് ശ്രദ്ധയില്ലായ്മ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടി ജാഗരൂകരായിട്ടിരിക്കുക. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നവരുമായിരിക്കുക. ഇതൊക്കെ അത് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. റിപ്പോർട്ട് ഇൻസ്റ്റന്റ്ലി എനി ഫോൾട്ടി എക്യുപ്മെന്റ്. എന്തെങ്കിലും ഉപകരണങ്ങളൊക്കെ തകരാറിലായി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അത് ബന്ധപ്പെട്ട ആളുകളോട് റിപ്പോർട്ട് ചെയ്യുക. Then unsafe conditions or act defective or broken equipment. ഇപ്പൊ ചില ഉപകരണങ്ങൾ തകരാറിലായിട്ടുണ്ടാവും, ചിലപ്പോൾ അതൊരു സേഫ് കണ്ടീഷൻ അല്ലാതെ നമുക്ക് തോന്നുകയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോയിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെയൊക്കെ കാണുവാണെങ്കിലും ബന്ധപ്പെട്ട ആളുകൾക്ക് ഉടനെ തന്നെ എന്ത് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. Then to be physically and emotionally fit for your work by maintaining good health and proper diet. ചോദിക്കാറുണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ. To be physically and emotionally fit for your work. നമ്മുടെ ജോലിയിലേക്ക് നമ്മൾ വളരെ ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാ രീതിയിലും ഫിറ്റ് ആവണമെങ്കിൽ എന്ത് മെയിൻറ്റെയിൻ ചെയ്യണം? നമ്മള് നല്ലൊരു ഹെൽത്തും പ്രോപ്പർ ഡയറ്റും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കും. ആൻഡ് റീഫ്രെയിൻ ഫ്രം ആൽക്കഹോളിക് ഡ്രിങ്ക്സ്. എന്താ റീഫ്രെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാല്? സ്പീഡ് കൂടുതലാണ്, കുറയ്ക്കാലോ. റീഫ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? റീഫ്രെയിൻ ഫ്രം ആൽക്കഹോളിക് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാല് വിട്ടു നിൽക്കുക. ജോലി ചെയ്യുമ്പോൾ അവിടെ ആൽക്കഹോളിക് ഡ്രിങ്ക്സ് മുതലായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും ഉപയോഗിക്കാതിരിക്കുക, അല്ലെ? അവോയ്ഡ് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ജോലി സമയത്ത് അത് അപകടങ്ങൾ വിളിച്ചു വരുത്താം. അതുകൊണ്ട് തന്നെ പ്രധാനമായിട്ടും നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ആൽക്കഹോൾസോ ഡ്രിങ്ക്സോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കുക, ഒഴിവാക്കുക. Then personal hygiene is important, അല്ലെ? വ്യക്തിശുചിത്വം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. വാഷ് യുവർ ഹാൻഡ്സ് ഫ്രീക്വന്റ്ലി. ഹോസ്പിറ്റലിലാവുമ്പോൾ പ്രത്യേകിച്ചും അവർ വ്യക്തിശുചിത്വം കൃത്യമായിട്ട് പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി അവരുടെ ഹാൻഡ്സ് എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ പതിവായിട്ട് വാഷ് ചെയ്ത് ആ ഒരു ഹാൻഡ് ഹൈജീൻ എപ്പോഴും നല്ല രീതിയിൽ നിലനിർത്തുക. അപ്പൊ അതൊക്കെ അവരുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് വരുന്നത് അല്ലെ. Then report to the doctor whenever you are ill with infection instantly and stay at home. അതായത് ഇപ്പൊ അവര് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് പല അസുഖങ്ങൾ വരാം, അല്ലെ? ആ സ്റ്റാഫുകൾക്ക് പല രീതിയിലുള്ള രോഗങ്ങളും അസുഖങ്ങളും ഒക്കെ വരാം.
ആണല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു അസുഖമോ രോഗമോ ഈ പറയുന്ന ജീവനക്കാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ അവരെന്ത് ചെയ്യുക, ആ ബന്ധപ്പെട്ട ഡോക്ടേഴ്സിന് അത് റിപ്പോർട്ട് ചെയ്ത് സ്റ്റേ അറ്റ് ഹോം, അവരുടെ ആ ഒരു രോഗം മാറുന്നത് വരെ അവരെന്ത് ചെയ്യണം, വീട്ടില് താമസിച്ച് ട്രീറ്റ്മെന്റ് എടുക്കണം. അല്ലാതെ ഹോസ്പിറ്റലിലേക്ക് ആ ഇൻഫെക്ഷൻ വെച്ച് വന്നാൽ എന്താ പറ്റുക, ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ഞാൻ ജോലിക്ക് വരികയാണ് എന്ന് പറഞ്ഞ് പോരാണ് ഹോസ്പിറ്റലിലേക്ക്. അവർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരിനോട് ഒത്തിരി പേർക്ക് ഇൻഫെക്ഷൻസ് പകരാൻ പറ്റില്ലേ, പകരും അല്ലെ, മറ്റുള്ളവർക്ക് പകരും. അതുകൊണ്ട് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു ഇൻഫെക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, ആ വരുന്നിരിക്കുന്ന ആ സ്റ്റാഫുകൾ ഒരു ഇൻഫെക്ഷൻ അവർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ഇൻഫെക്ഷൻ വന്നവര് ആ ഡോക്ടറിനോട്, ബന്ധപ്പെട്ട ഡോക്ടേഴ്സിനോട് അത് റിപ്പോർട്ട് ചെയ്തതിനു ശേഷം അവരവരുടെ ആ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ആ ഒരു രോഗം മാറുന്നത് വരെ എവിടെ സ്റ്റേ ചെയ്യാം, അവരുടെ വീട്ടില് താമസിച്ച് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്. ഇത്രയും നമുക്ക് ഒന്നുകൂടി നോക്കാം കേട്ടോ. അതിനുശേഷം ബാക്കിയുള്ളത് പറയാം. ഇപ്പൊ ജനറൽ സേഫ്റ്റി റൂൾസ് ആണ് പറയുന്നത്. പേഴ്സണൽസിന്റെ അല്ലെങ്കിൽ ജീവനക്കാരെ അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന്റെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട റൂൾസ് ആണ്. അതിൽ ഒന്നാമത് പറഞ്ഞത് റൈറ്റ് വേ ടു ഡു എ ജോബ് ഇൻ ദ ഹോസ്പിറ്റൽ ഈസ് ദ സേഫ് വേ. എപ്പോഴും നമ്മളൊരു ഹോസ്പിറ്റലിൽ ഒരു ജോലി ചെയ്യുമ്പോൾ വളരെ ശരിയായ രീതിയിൽ ചെയ്യുന്നതാണ്, അല്ലെ, ശരിയായ വഴിയിലൂടെ ചെയ്യുന്നതാണ്, ശരിയായ രീതിയിലൂടെ ചെയ്യുന്നതാണ് ഏറ്റവും സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും മികച്ച മാർഗം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് നോ യുവർ ജോബ് അബ്സല്യൂട്ട്ലി. നമ്മൾ ചെയ്യുന്ന ജോലി എന്താണോ അതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. മൂന്നാമതായിട്ട് പറയുന്നത് whenever there is doubt, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വന്നാൽ ഉടനെ അതിനൊരു ഗസ് വർക്കിലേക്ക് പോവാതെ നമ്മുടെ സൂപ്പർവൈസേഴ്സിനോട് ഇങ്ങനെയൊരു സംശയം എനിക്കുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. നാലാമത് പറഞ്ഞത് never handle or operate machinery tools, equipment without authorization. അംഗീകാരമില്ലാതെ അല്ലെങ്കിൽ അനുവാദമില്ലാതെ ആ ഹോസ്പിറ്റലിലെ ഒരു മെഷീനറീസോ ടൂൾസോ എക്യുപ്മെന്റുകളോ പ്രവർത്തിപ്പിക്കാനോ കൈകാര്യം ചെയ്യാനോ പാടില്ല. അടുത്തതായിട്ട് പറയുന്നത് ബി വിജിലന്റ് ആൻഡ് ഒബ്സർവ് ഈഗർലി. വളരെ ശ്രദ്ധാപൂർവം ജാഗ്രതയോടുകൂടി നല്ല രീതിയിൽ ഇരിക്കുകയും അതുപോലെ നമ്മളെ ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കുക എന്തൊരു കാര്യത്തിനും. അതുപോലെ തന്നെ ഒബ്സർവ് ഈഗർലി, വളരെ ആകാംക്ഷയോടുകൂടി ഓരോ കാര്യങ്ങളും നിരീക്ഷിക്കുക. അതിലൂടെ ഒരു പരിധി വരെ നമുക്ക് സേഫ്റ്റി ഉറപ്പുവരുത്താൻ പറ്റും. അടുത്തതാണ് റിപ്പോർട്ട് instantly any faulty equipment, unsafe conditions or defective or broken equipment. അത് ഒരുമിച്ച് പറയാവുന്നതാണ് അല്ലെ. ഇപ്പൊ എന്തെങ്കിലും ഉപകരണങ്ങള് തകരാറിലായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും മെഷീനറീസ് ഡിഫക്റ്റീവ് ആയിട്ട് പ്രവർത്തനരഹിതമായിട്ട് കാണുകയോ അല്ലെങ്കിൽ അൺസേഫ് ആയിട്ട് നമുക്ക് തോന്നുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോയി താഴേക്ക് വീഴുന്നെങ്കിലും ഉപകരണങ്ങൾ പൊട്ടിപ്പോയിട്ടുണ്ടോ, അപ്പൊ ഇതെങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ ഉടനെ തന്നെ അത് ബന്ധപ്പെട്ട ആളുകളോട് റിപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് ടു ബി ഫിസിക്കലി ആൻഡ് ഇമോഷണലി ഫിറ്റ്. നമ്മൾ വളരെ ഫിസിക്കലി, നമ്മൾ ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും ഒക്കെ ഒരു ജോലിക്ക് വേണ്ടി ഫിറ്റ് ആവണമെങ്കിൽ അല്ലെങ്കിൽ അനുയോജ്യരാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ടു മെയിൻറ്റെയിൻ, എന്ത് നിലനിർത്തണം, നല്ലൊരു ഹെൽത്തും പ്രോപ്പർ ഡയറ്റും നിലനിർത്തണം. നെക്സ്റ്റ് പറയുന്നത് റീഫ്രെയിൻ ഫ്രം ആൽക്കഹോളിക് ഡ്രിങ്ക്സ്. ആൽക്കഹോളിക് ഡ്രിങ്കുകളിൽ നിന്ന് വിട്ടു നിൽക്കുക. ജോലി ചെയ്യുന്ന സമയത്ത് ആൽക്കഹോൾസും ആയിട്ടുള്ള ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. പേഴ്സണൽ ഹൈജീൻ, നമ്മുടെ വ്യക്തി ശുചിത്വം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും ഈ വർക്കേഴ്സ് അല്ലെങ്കിൽ ജീവനക്കാര് അവരുടെ ഹാൻഡ്സ് പതിവായിട്ട് വാഷ് ചെയ്യുകയും ആ ഒരു ഹാൻഡ് ഹൈജീൻസ് വളരെ കൃത്യമായിട്ട് നിലനിർത്തുകയും ചെയ്യണം. ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് report to the doctor whenever you are in with infection. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വന്നോ, അവർക്ക് എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട അണുബാധകളോ അല്ലെങ്കിൽ എന്തെങ്കിലും രോഗബാധകളോ അസുഖങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഉടനെ അത് ബന്ധപ്പെട്ട ഡോക്ടേഴ്സിനോട് റിപ്പോർട്ട് ചെയ്യുകയും അവരുടെ നിർദ്ദേശപ്രകാരം എത്ര ദിവസം കൊണ്ടാണോ ആ ഒരു ഇൻഫെക്ഷൻ മാറുന്നത് അത്രയും ദിവസം അവരവരുടെ വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്യുകയും വേണം. ക്ലിയർ ആണോ ഇത്രയും പോയിന്റ്സ്? ഓക്കെ ആണോ? ഏതെങ്കിലും പോയിന്റ് റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ ആണ്. ഓക്കെ, അടുത്തത്
Cooperate with the hospital infection control committee by observing procedures already established. നമ്മുടെ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിലും ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അതിൻ്റെതായിട്ടുള്ള കമ്മിറ്റികൾ ഉണ്ടാവും. നമ്മൾ പഠിച്ചതല്ലേ, HAL പഠിച്ചില്ലേ, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി പഠിച്ചായിരുന്നോ? ഓർക്കുന്നുണ്ടോ? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചില്ലായിരുന്നോ? പഠിച്ചു. അപ്പൊ ഈ പറയുന്ന ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്തിനു വേണ്ടിയാ? ഇൻഫെക്ഷനെ നിയന്ത്രിക്കാനായിട്ട്, അല്ലെ? ഹോസ്പിറ്റലിൽ അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ മറ്റ് ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള ഏജൻസുകളുടെ ആ ഒരു സ്പ്രെഡിനെ തടയാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പൊ ഇവിടെയും സേഫ്റ്റി ഉറപ്പ് വരുത്താൻ വേണ്ടി. അതെ, ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ആ ഒരു കമ്മിറ്റി ഒരുപാട് പ്രൊസീജിയേഴ്സ് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും? നടപ്പിലാക്കിയിട്ടുണ്ടാവും, അല്ലെ? എപ്പോഴും അത് അവർ ഓരോരോ പ്രോഗ്രാമുകൾ അവിടെ നടപ്പിലാക്കുന്നുണ്ട്, ഓരോരോ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് നടപ്പിലാക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയോടുകൂടി ആര് സഹകരിക്കുക? ഈ സ്റ്റാഫുകൾ കോപ്പറേറ്റ് ചെയ്യും. അതാണ് പറയുന്നത്. കോപ്പറേറ്റ് വിത്ത് ദ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ബൈ ഒബ്സർവിംഗ് പ്രൊസീജിയേഴ്സ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ്. അതായത് ഇവർ ഈ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയോട് ഈ ജീവനക്കാരൻ അവിടെയുള്ള സ്റ്റാഫുകൾ കോപ്പറേറ്റ് ചെയ്തല്ലെങ്കിൽ സഹകരിച്ചു പോകണം. അതെന്തിനു വേണ്ടിയിട്ടാണ്? ബൈ ഒബ്സർവിംഗ്, എന്ത് നിരീക്ഷിക്കണം? ഈ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ഓൾറെഡി നടപ്പിലാക്കിയിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്, അല്ലെ? അപ്പൊ അത് കൃത്യമായിട്ട് നടപ്പിലാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എല്ലായിടങ്ങളിലും ആ ഒരു ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യപ്പെടുന്നുണ്ടോ എന്ന കാര്യങ്ങള് നിരീക്ഷിക്കുന്നതിന് വേണ്ടി ഈ ഒരു ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുമായിട്ട് ഈ പറയുന്ന ജീവനക്കാര് സഹകരിക്കേണ്ടതാണ്. അടുത്തതായിട്ട് പറയുന്നത് wear proper uniform and clothing for your job. Neither too tight nor too loose jewelry and high heel footwear may be dangerous. എന്താ അടുത്തതായിട്ട് പറയുന്നത്? wear proper uniform. നമുക്കറിയാം ഹോസ്പിറ്റലിലെ ഓരോ ജീവനക്കാർക്കും അതിൻ്റെതായിട്ടുള്ള യൂണിഫോമുകളില്ലേ, അല്ലേ? അവർ ഓരോരുത്തരും അവരുടേതായ സ്പെഷ്യൽ ആയിട്ടുള്ള യൂണിഫോംസ് അല്ലേ ധരിക്കുന്നത്? ആണോ? കണ്ടിട്ടില്ലേ അവരുടെ യൂണിഫോംസ്? അതെ. അപ്പൊ അവർക്ക് കൃത്യമായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ശരിയായ രീതിയിലുള്ള യൂണിഫോംസ് ധരിക്കുക, അല്ലെങ്കിൽ ക്ലോത്തിങ്സ് എന്താണോ യൂണിഫോം, അല്ലെങ്കിൽ എന്താണോ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ജോലിയുമായി ബന്ധപ്പെട്ട അവർക്ക് അനുയോജ്യമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. നെയ്തർ ടു ടൈറ്റ്, ഒത്തിരി ടൈറ്റ് ആവാൻ പാടില്ല, അതുപോലെ തന്നെ ഒത്തിരി ലൂസും ആവാൻ പാടില്ല. അങ്ങനെയായിരിക്കണം ആ ഒരു യൂണിഫോം അല്ലെങ്കിൽ ആ ഒരു തുണിത്തരങ്ങൾ ധരിക്കേണ്ടത്. ആ ജ്വല്ലറിയും അതുപോലെ തന്നെ ഹൈ ഹീൽഡ് ആയിട്ടുള്ള ഫുഡ് വെയേഴ്സ് മേ ബി ഡേഞ്ചറസ്. കാരണം ഭയങ്കര ഹൈ ഹീൽഡ് ആയിട്ടുള്ള ഫുഡ് വെയേഴ്സ് ഒക്കെ ഉപയോഗിക്കൊണ്ട് പെട്ടെന്ന് അങ്ങനെ എന്തെങ്കിലും അത്യാവശ്യത്തിനൊക്കെ ഒന്ന് വേഗം പോകണമെന്നുണ്ടെങ്കിൽ തെന്നി താഴെ വീഴാം, അല്ലെ? അത് അവരുടെ സേഫ്റ്റിയെ ബാധിക്കുന്ന കാര്യമില്ലേ, സുരക്ഷയെ ബാധിക്കുന്ന കാര്യമില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. ജ്വല്ലറിയും ഹൈ ഹീൽഡ് ആയിട്ടുള്ള ഫുഡ് വെയേഴ്സും ഒക്കെ എന്താണ്? അപകടകരമാണ്, അതൊക്കെ ഒഴിവാക്കുക. അടുത്തതായിട്ട് പറയുന്നത് not run, especially when you are taking delicate breakable articles or instruments. എന്താണ്? ഇപ്പൊ നമ്മളൊരു വളരെ ഡെലിക്കേറ്റ്, വളരെ ലോലമായിട്ടുള്ളതോ അല്ലെങ്കിൽ പൊട്ടിപ്പോകുന്നതായിട്ടുള്ള ചില്ലിന്റെ ഒക്കെ സാധനങ്ങളോ ഗ്ലാസുമായി ബന്ധപ്പെട്ട സാധനങ്ങളോ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഉപകരണങ്ങളോ ഒക്കെ കൊണ്ടുപോകാന്ന് വിചാരിക്കും. നമ്മളൊരു സ്റ്റാഫാണ്, അപ്പൊ നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് എന്താണ്? നമുക്ക് പതുക്കെ നടന്നു പോവാണെങ്കിൽ നമുക്ക് ആ ഒരു സാധനത്തിന് ചിലപ്പോൾ കേടുപാടൊന്നും പറ്റില്ല. അതേസമയം നോട്ട് റൺ എന്നാ പറയുന്നത്. ഓടുന്ന സമയത്ത് ചിലപ്പോ നമ്മൾ തട്ടി താഴെ വീഴാനോ ഇത് പൊട്ടാനോ ഒക്കെയുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ വാക്ക് നോട്ട് റൺ, എസ്പെഷ്യലി വെൻ യു ആർ ടേക്കിംഗ് ഡെലിക്കേറ്റ്, വളരെ ലോലമായിട്ടുള്ള മൃദുലമായിട്ടുള്ള അല്ലെങ്കിൽ ബ്രേക്കബിൾ ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളോ ഇൻസ്ട്രുമെന്റ്സോ കൊണ്ടുപോകുന്ന സമയത്ത് മാക്സിമം ഓടാതെ നടന്നു പോകാനായിട്ട് ശ്രമിക്കുക. Then if you see foreign material, loose wire or oil spill etc. on the floor, that may be the cause of an accident. ഇനി നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഫ്ലോറിൽ, ആ ഒരു ഹോസ്പിറ്റൽ ഫ്ലോറിൽ എന്തെങ്കിലും ഫോറിൻ മെറ്റീരിയൽസ്, എന്തെങ്കിലും വേണ്ടാത്ത സാധനങ്ങളൊക്കെ എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിലോ അല്ലെങ്കിൽ വയറുകളൊക്കെ ഇങ്ങനെ ലൂസ് ആയിട്ട് കിടക്കും. വയറൊക്കെ കിടന്നാൽ എന്താ പറ്റാ? തട്ടി വീഴാൻ സാധ്യതയുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും ലൂസ് ആയിട്ട് വയറുകൾ കിടക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചിലപ്പോ ഓയിലോ അല്ലെങ്കിൽ വെള്ളമോ ഒക്കെ തുള്ളിയായിട്ട് വീണ് കിടക്കുന്നുണ്ടെങ്കിലോ ഇതിലൂടെയൊക്കെ എന്തെങ്കിലും ഒരു അപകടങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള കാരണങ്ങളാണ്. ഇങ്ങനെയുള്ളവയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ ഫ്ലോറിൽ നിന്ന് ഉടനെ അത് മാറ്റാനുള്ള നടപടികൾ നടത്തുക. Then അടുത്തതായിട്ട് പറയുന്നത് പ്രാക്ടിക്കൽ ജോക്സ്. എന്താണ്? Do not indulge in practical jokes involving fire, acid, water, compressed air and other potentially hazardous things. എന്താണ് ഒരു പ്രാക്ടിക്കൽ ജോക്സ് എന്ന് പറയുന്നത്? എന്തായിരിക്കും?
എന്തായിരിക്കാം? ഒരു തമാശ കളിയിൽ ഏർപ്പെടാതിരിക്കുക. അതായത് നമ്മള് തീ ഉപയോഗിച്ച് പലതരത്തിലുള്ള കളികൾ ചെയ്യാറുണ്ട് അല്ലെ? ചെയ്യാറില്ലേ? നമ്മുടെ വീട്ടിലാണെങ്കിലും ചിലപ്പോ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചു കളിക്കാറുണ്ട് അല്ലേ? അങ്ങനെയുള്ള സാധനം ഫയറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആസിഡോ വാട്ടറോ കംപ്രസ്ഡ് എയർ മുതലായവ ഉൾപ്പെടുന്ന രീതിയിലുള്ള പ്രാക്ടിക്കൽ ജോക്സ് അല്ലെങ്കിൽ കളി തമാശകളിൽ ഏർപ്പെടാതിരിക്കുക. ആൻഡ് അതർ പൊട്ടൻഷ്യലി ഹസാർഡസ് തിങ്. അപ്പൊ എപ്പോഴും എന്ത് ചെയ്യണം? ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഫയർ കൊണ്ടോ ആസിഡ് കൊണ്ടോ വാട്ടർ കൊണ്ടോ അല്ലെങ്കിൽ കംപ്രസ്ഡ് എയറോ അല്ലെങ്കിൽ മറ്റ് പൊട്ടൻഷ്യലി ഹസാർഡസ് മറ്റ് നമുക്ക് അപകടകരമായിട്ടുള്ള അല്ലെങ്കിൽ അപകട സാധ്യത നിറഞ്ഞ മറ്റ് സാധനങ്ങൾ കൊണ്ടോ ഉള്ള കളി തമാശകളിൽ ഏർപ്പെടാതിരിക്കുക. അടുത്തതാണ് വാർണിംഗ് ബോർഡ്സ് വെക്കുക. വാർണിംഗ് ബോർഡ്സ് കണ്ടിട്ടില്ലേ നിങ്ങള് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ അല്ലെ? പേ അറ്റൻഷൻ ടു ഓൾ വാർണിംഗ് ബോർഡ്സ്. ഈ വാർണിംഗ് ബോർഡുകൾ വെച്ചത് കൊണ്ട് മാത്രമായില്ല, അതിന് നമ്മൾ കുറച്ച് ശ്രദ്ധ കൂടി കൊടുക്കണം അല്ലെ? ഒരു വാർണിംഗ് ബോർഡ് കണ്ട അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു പോലെയല്ല. ആ വാർണിംഗ് ബോർഡ് എന്തിനു വെച്ചിരിക്കുന്നു, നമുക്ക് ആ വാർണിംഗ് ബോർഡിലൂടെ എന്ത് മുന്നറിയിപ്പാണ് നമുക്ക് തരുന്നത് എന്ന രീതിയിൽ ആ വാർണിംഗ് ബോർഡുകൾക്ക് കുറച്ചധികം ശ്രദ്ധ കൊടുക്കുകയും this sign warn you about danger and hazards that may cause injury or harm. നമുക്ക് എന്തെങ്കിലും അപകടങ്ങളോ അല്ലെങ്കിൽ പരിക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദ്രവങ്ങളോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഉണ്ടാവാൻ കാരണമായിട്ടുള്ള അപകടങ്ങളെ കുറിച്ചും ഹസാർഡ്സിനെ കുറിച്ചും ഒക്കെ നമുക്കൊരു മുന്നറിയിപ്പ് തരുന്നതാണ് ഈ വാർണിംഗ് ബോർഡ്സ്. അതുകൊണ്ട് തന്നെ ഈ വാർണിംഗ് ബോർഡുകൾക്ക് കുറച്ചധികം ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. Then work procedure. Now, okay, be familiar with your work procedure, including safety practices at work. നമ്മൾ ചെയ്യുന്ന വർക്കുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ അവിടെ പലതരത്തിലുള്ള അപകട സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് സേഫ് ആയിട്ടുള്ള പ്രാക്ടീസസ് അല്ലെങ്കിൽ രീതികളിലൂടെ അത് ചെയ്യുകയും ചെയ്യണം. നെക്സ്റ്റ് പറയുന്നതാണ് ഹാൻഡ് റെയിൽസ് ഉപയോഗിക്കുക. ഓൾവേസ് യൂസ് ഹാൻഡ് റെയിൽസ് ഓൺ സ്റ്റേജ് ഓഫ് റാമ്പ്. അതായത് റാമ്പ് കണ്ടിട്ടുണ്ടോ ഹോസ്പിറ്റലില്? റാമ്പ് ഒരു ചെരിഞ്ഞ പ്രതലം കണ്ടിട്ടില്ലേ ഹോസ്പിറ്റലിൽ നമ്മുടെ കേറാനും ഇറങ്ങുന്ന സമയത്തൊക്കെ ഇറങ്ങുന്ന ഇടത്തൊക്കെ? അതാണ് റാമ്പ് എന്ന് പറയാം. അപ്പൊ റാമ്പിൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഹാൻഡ് റെയിൽസ്, സ്റ്റെയർ വേസ് ഓഫ് റാമ്പ് കയറുമ്പോഴും അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സ്റ്റെയർ കയറുവാണെങ്കിലും ഒക്കെ എപ്പോഴും ഹാൻഡ് റെയിൽസ് ഉപയോഗിക്കുക. കാരണം അത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഹാൻഡ് റെയിൽസ് ഉപയോഗിക്കുക. അതെ, പിടിച്ചിറങ്ങാനും പിടിച്ചു കയറാനും ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ലാസ്റ്റ് പറയുന്നത് ഓവർഹെഡ് ഒബ്ജക്ട്സ്, അതായത് നമ്മുടെ ഉയരത്തിലിരിക്കുന്ന സാധനങ്ങൾ. When you try to take objects, overhead objects, always use a good ladder. നമ്മുടെ തലയ്ക്ക് മുകളിലായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഉയരത്തിൽ വളരെ ഉയരത്തിലിരിക്കുന്ന സാധനങ്ങൾ എടുക്കാൻ വേണ്ടി എപ്പോഴും ഒരു നല്ല ലാഡർ ഉപയോഗിക്കുക. Do not climb on chair or boxes എന്നാണ് കേട്ടോ. ചെയർ എന്നാണ് ഇവിടെ. കറക്റ്റ് ആയിട്ടാണോ നിങ്ങൾ കിടക്കുന്നത്? ചെയർ തന്നെയാണോ? ഓക്കെ. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? ഡു നോട്ട് ചെയറിലോ അല്ലെങ്കിൽ ബോക്സിലോ ഒന്നും പിടിച്ച് വേണ്ടി കയറാതെ മറിച്ചൊരു നല്ല ലാഡർ ഉപയോഗിച്ചായിരിക്കണം ഉയരത്തിലിരിക്കുന്ന ഒബ്ജക്ട്സ് എടുക്കാനുണ്ട്. ഇതൊക്കെ അവരുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ നോക്കിയേ, ഈ ഒരു പേജിൽ എന്താ നമ്മൾ പറഞ്ഞത്? Cooperate, first point പറഞ്ഞത് cooperate with the hospital infection control committee by observing procedures already established. ആ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കമ്മിറ്റി നിലവിൽ നടപ്പിലാക്കിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ കൃത്യമായിട്ട് അവിടെ നടപ്പിലാക്കുന്നുണ്ടോ, ഇൻഫെക്ഷനെ ഇതിലൂടെ കൺട്രോൾ ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി ആ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുമായി സഹകരിക്കുക. രണ്ടാമത്തത് പറഞ്ഞത് കൃത്യമായിട്ടുള്ള ശരിയായ യൂണിഫോംസും വസ്ത്രങ്ങളും അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ധരിക്കേണ്ടതായിട്ടുണ്ട്. വളരെ ടൈറ്റ് ആയിട്ടുള്ളതോ വളരെ ലൂസ് ആയിട്ടുള്ളതോ അല്ല ധരിക്കേണ്ടത്, വളരെ ശരിയായ രീതിയിൽ ധരിക്കുക. അതുപോലെ തന്നെ ജ്വല്ലറിയും ഹൈ ഹീൽഡ് ആയിട്ടുള്ള ഫുഡ് വെയർസും ഒക്കെ അവോയ്ഡ് ചെയ്യുക, കാരണം അതൊക്കെ ഡേഞ്ചറസ് ആയതുകൊണ്ട്. അടുത്തത് നമ്മൾ വളരെ മൃദുലമായിട്ടുള്ള അല്ലെങ്കിൽ പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള സാധനങ്ങളോ ഇൻസ്ട്രുമെന്റ്സോ ആണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഒരിക്കലും ഓടാതെ നടന്ന് പതുക്കെ പോകേണ്ടത് അത്യാവശ്യമാണ്. എന്തെങ്കിലും സാധനങ്ങൾ ഫ്ലോറിൽ കിടപ്പുണ്ട്, ഫ്ലോറിനാണെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളാവാം, അല്ലെങ്കിൽ ലൂസ് വയറുകൾ ലൂസ് ആയിട്ട് കിടക്കുന്നതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും എണ്ണയോ കാര്യങ്ങളോ വെള്ളമോ ഒക്കെ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് അതൊക്കെ എന്ത് ചെയ്യാം? ഒരു ആക്സിഡന്റിന് കാരണമാവുന്നത് കൊണ്ട് തന്നെ അത് എത്രയും വേഗം അവിടെ നിന്ന് റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തതായിട്ട് പറയുന്നത് പ്രാക്ടിക്കൽ ജോബ്സ് അല്ലെങ്കിൽ ഫലിതമാശകളിൽ ഏർപ്പെടാതിരിക്കുക. ഫയർ ഉപയോഗിച്ചോ ആസിഡ് ഉപയോഗിച്ചോ
ഉപയോഗിച്ചോ, വാട്ടർ, കംപ്രസ്ഡ് എയർ അല്ലെങ്കിൽ അപകട സാധ്യതയുള്ള മറ്റു സാധനങ്ങൾ ഉപയോഗിച്ചോ കളിതമാശകളിൽ ഏർപ്പെടാതിരിക്കുക. വാർണിംഗ് ബോർഡുകൾ കണ്ടാൽ, വാർണിംഗ് ബോർഡുകൾ എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും അപകടങ്ങളോ അല്ലെങ്കിൽ ഉപദ്രവങ്ങളോ വരുന്നതുമായി ബന്ധപ്പെട്ട ഡേഞ്ചേഴ്സ് അല്ലെങ്കിൽ അപകട സാധ്യതകളെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ് നമുക്ക് വാർണിംഗ് ബോർഡ് തരുന്നത്. അതുകൊണ്ട് തന്നെ വാർണിംഗ് ബോർഡുകൾ കണ്ടാൽ അതിന് കൃത്യമായൊരു ശരിക്കും ഒരു അറ്റൻഷൻ അല്ലെങ്കിൽ ഒരു ശ്രദ്ധ വളരെ കൂടുതലായിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് നമ്മൾ ചെയ്യുന്ന വർക്ക് പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു അറിവുണ്ടായിരിക്കണം. അവിടെ എന്തൊക്കെ സേഫ്റ്റി റൂൾസ് പ്രകാരമാണ്, സേഫ്റ്റി മെത്തേഡ്സ് ആണ്, പ്രാക്ടീസസ് ആണ് നമ്മുടെ വർക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് എപ്പോഴും ഫെമിലിയർ ആയിരിക്കുക. ദെൻ ഹാൻഡ് റെയിൽസ്, അതായത് സ്റ്റെയർവേസോ റാമ്പുകളോ കാര്യങ്ങളോ കയറുന്ന സമയത്തും ഇറങ്ങുന്ന സമയത്തും ഒക്കെ എപ്പോഴും ഹാൻഡ് റെയിൽസ് എപ്പോഴും ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഓവർ ഹെഡ് ഒബ്ജക്ട്സ്, നമ്മുടെ ഉയരത്തിൽ തലയ്ക്ക് മുകളിലെ ഉയരത്തിലിരിക്കുന്ന സാധനങ്ങൾ എടുക്കണമെങ്കിൽ ഒരിക്കലും ചെയറിലോ ബോക്സിലോ കയറാതെ മറിച്ച് നല്ലൊരു ലാഡർ ഉപയോഗിച്ച് തന്നെ അത് എടുക്കാനായിട്ട് ശ്രമിക്കുക. ക്ലിയർ ആണോ അത്? ജനറൽ സേഫ്റ്റി റൂൾസ് പേഴ്സണൽസിന്റെ ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഇത് പറയുന്നല്ലോ, നെക്സ്റ്റിലേക്ക് പോവാം. അടുത്തത് പോവാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സേഫ്റ്റി ഇൻ പേഷ്യന്റ് കെയർ. ഓരോ പേഷ്യൻസിന്റെയും പരിചരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള സുരക്ഷാ റൂളുകളാണ്. നോക്കിയേ, ഫസ്റ്റ് വൺ, പേഷ്യൻസിന് എങ്ങനെ സേഫ്റ്റി ഉറപ്പുവരുത്താം, പേഷ്യൻസിന്റെ പരിചരണവുമായി ബന്ധപ്പെട്ട് എങ്ങനെ സേഫ്റ്റി ഉറപ്പുവരുത്താം എന്നതാണ് രണ്ടാമത് പറയുന്നത് കേട്ടോ. അപ്പൊ പേഷ്യൻസിന്റെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ആലോചിക്കാം. ഒന്നാമത്തത് പ്രിവെന്റ് ഫോളിങ് ഫ്രം ബെഡ്. അതായത് ഇപ്പോ ചില പേഷ്യൻസ് ഒക്കെ ബെഡിൽ നിന്ന് താഴെ വീഴാറുണ്ട് അല്ലെ. ബെഡിൽ നിന്ന് ചിലപ്പോൾ താഴെ വീഴാറ് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. നോക്കിയേ, feeble, disoriented and patients who are under sedation frequently try to get on or off the bed unaided. അതായത് ഇപ്പൊ ചില പേഷ്യൻസ് ഇപ്പൊ ചിലപ്പോ അതിൽ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റാത്ത ഇപ്പൊ ബലഹീനരായിട്ടുള്ളവരാവാം, അല്ലെങ്കിൽ ഒരു ഡിസോറിയന്റഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചില ആളുകൾക്ക് ചിലപ്പോൾ മാനസികമായിട്ട് ബുദ്ധിമുട്ടുകളുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ അവര് ഒരു ബോധാവസ്ഥയിലല്ലാത്തത് കൊണ്ടോ അവരൊരു അബോധാവസ്ഥയിൽ ഒരു ദിശാബോധമില്ലാത്തവരാവാം, അല്ലെങ്കിൽ അണ്ടർ സെഡേഷൻ മയക്കത്തിന്റെ കീഴിലുള്ള സെഡേഷനിലുള്ള ആളുകളാവാം. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ ചിലപ്പോൾ പതിവായിട്ട് ഈ ഒരു ബെഡിൽ നിന്ന് ആദ്യം സഹായമില്ലാതെ ചിലപ്പോ താഴെ ഇറങ്ങാൻ ശ്രമിക്കാറുണ്ട്, അല്ലെങ്കിൽ ബെഡിലേക്ക് കയറാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരാളുടെ സഹായമില്ലാതെ ഇങ്ങനെയുള്ള ആളുകൾ കയറാനോ ഇറങ്ങാനോ ഒക്കെ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ആ ബെഡിൽ നിന്ന് താഴെ വീഴാം അല്ലെ. ബെഡിൽ നിന്ന് താഴെ വീഴാനുള്ള ചാൻസ് ഉണ്ടല്ലോ. സോ ട്രൈ ടു മേക്ക് ദ പേഷ്യന്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദേ റിക്വയർ അസിസ്റ്റൻസ്. ഈ പേഷ്യൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ആദ്യം വേണ്ടത് അല്ലെ. എന്താണ് പറയുന്നത്, അവർക്ക് ഇപ്പോ ഒരു അസിസ്റ്റൻസിന്റെ സഹായം ഇപ്പോൾ ഇവരുടെ നിലവിലെ കണ്ടീഷനിൽ അവർക്ക് ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സഹായമില്ലാതെ ഒരാളുടെ സഹായത്തോടു കൂടി മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്ന് ആദ്യം ആ പേഷ്യന്റിനെ പറഞ്ഞ് മനസ്സിലാക്കുക അല്ലെങ്കിൽ എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, പേഷ്യൻസ് ബിലോങ്ങിങ്സ് ഷുഡ് ബി കെപ്റ്റ് വിത്തിൻ റീച്ച്. പേഷ്യൻസിന്റെയൊക്കെ ഏറ്റവും അത്യാവശ്യമുള്ള പേഷ്യൻസിന്റെ ബിലോങ്ങിങ്സ് അല്ലെങ്കിൽ അവരുടെ അടുത്ത സാധനങ്ങൾ, അവരുടെ സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോ റൂമിലാണെങ്കിലും അല്ലെങ്കിൽ വാർഡിലാണെങ്കിലും ഒരു ടേബിളൊക്കെ തരാറില്ലേ ഇല്ലേ? അത് ഒരുപാട് ദൂരെയാണോ വെക്കാറ്? ആ ടേബിളും കാര്യങ്ങളും ഒക്കെ ഒരുപാട് ദൂരം കൊണ്ടുപോയാണോ വെക്കാറ്? അല്ല, തൊട്ടടുത്തായിരിക്കും അല്ലെ, നമ്മുടെ ബെഡിന്റെ തൊട്ടടുത്തല്ലേ വെക്കുക. അതാണ് അവിടെ പേഷ്യന്റ് ബിലോങ്സ് ഷുഡ് ബി കെപ്റ്റ് വിത്തിൻ റീച്ച്. അവർക്ക് എത്താൻ പറ്റുന്ന അല്ലെ, അടുത്ത് തന്നെ അവർക്ക് എത്തിച്ച് എടുക്കാൻ പറ്റുന്ന രീതിയിൽ തൊട്ടടുത്ത് അവരുടെ പേഷ്യന്റ് ബിലോങ്സ് വെക്കാനായിട്ടുള്ള ഇടങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ബെഡിൽ കിടക്കുന്ന പേഷ്യന്റിനാണെങ്കിലും എന്തെങ്കിലും ഒന്ന് എടുക്കണമെങ്കിൽ ഇങ്ങനെ കൈയെത്തിച്ച് അല്ലെങ്കിൽ എഴുന്നേറ്റ് പോകേണ്ട ഒരു സഹായ കാര്യങ്ങൾ ആവശ്യമായിട്ട് വരുന്നില്ല. അവർക്ക് തൊട്ടടുത്ത് തന്നെ സാധനങ്ങൾ ഇരിക്കുവാണല്ലോ. ദെൻ അപ്പൊ ആ വീഴാനോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് സാധ്യത കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. Then ask the patient to use nurse called bell to have a bed bath or urine. ഇനിയിപ്പോ ചില പേഷ്യൻസിന് ഇപ്പൊ കൂടെ ബൈസ്റ്റാൻഡേഴ്സോ കാര്യങ്ങളോ ഇല്ല, അല്ലെങ്കിൽ ഇപ്പൊ അവരെന്തെങ്കിലും അത്യാവശ്യത്തിന് പുറത്ത് പോയിരിക്കുകയാണ്, അപ്പൊ അവർക്ക് എന്തെങ്കിലും ബെഡ് ബാൻ അല്ലെങ്കിൽ യൂറിൻ മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, നേഴ്സസ് കോൾ ബെല്ല്. നമുക്ക് നേഴ്സിനെ വിളിക്കാൻ ഒരു ബെല്ല് തന്നിട്ടുണ്ടാവില്ലേ റൂമില് ഇല്ലേ?
തന്നിട്ടുണ്ടാവോ? കണ്ടിട്ടില്ലേ ഇത്? അപ്പൊ ആ നേഴ്സസ് കോൾ ബെല്ല് എന്ത് ചെയ്യുക, ഉപയോഗിക്കാനായിട്ട് പേഷ്യൻസിനോട് ആവശ്യപ്പെടുക. അപ്പൊ നേഴ്സിനെ വിളിക്കണമെങ്കിൽ ഈ പറയുന്ന പേഷ്യന്റിനോ അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ളവർക്കോ നടന്ന് അവിടെ വരെ പോകേണ്ട കാര്യമില്ല അല്ലെ, നഴ്സിംഗ് സ്റ്റേഷനിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. മറിച്ച് അവർക്ക് ഈ ഒരു ബെല്ലടിച്ചാൽ തന്നെ അവരുടെ ആവശ്യത്തിന് വേണ്ടി ഉടനെ തന്നെ ആ ഒരു നഴ്സ് ആ ഒരു റൂമിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പൊ അവർക്ക് എന്തെങ്കിലും മലമൂത്ര വിസർജനങ്ങൾ ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ബെഡ് പാനോ യൂറിനോ ആവശ്യമായി വന്നാൽ അവർക്ക് ആ നഴ്സസ് കോൾ ബെല്ല് ഉപയോഗിച്ചുകൊണ്ട് ആ നഴ്സിനെ ആ റൂമിലേക്ക് വരുത്താവുന്നതാണ്. ബെഡ് റെയിൽസ് കണ്ടിട്ടുണ്ടോ? ബെഡിന്റെ രണ്ട് സൈഡിലും കൈവരികൾ പിടിപ്പിച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? പിറ്റേന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ താഴ്ത്തി വെക്കാനാണ് പതിവ് അല്ലെ. എന്നാലും ശരിക്കും എല്ലാ ബെഡിനും ബെഡ് റെയിൽസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. യൂസ് ബെഡ് റെയിൽസ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിലും ബെഡ് റെയിൽസ് എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. പ്രധാനമായിട്ടും നമ്മൾ ഉറങ്ങുന്ന സമയത്ത് രണ്ട് സൈഡിലും ബെഡ് റെയിൽസ് ഉപയോഗിക്കണം. കാരണം ആ ചെറിയ ബെഡാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ചെരിയുമ്പോഴോ തിരിഞ്ഞു കിടക്കുമ്പോഴോ ഒക്കെ താഴെ വീണേക്കാം അല്ലെ. അപ്പൊ അങ്ങനെ വീഴാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ബെഡ് റെയിൽസ് രണ്ട് സൈഡിലും ഉപയോഗിക്കുക. മെഡിക്കേഷൻസ്, ഇപ്പൊ മരുന്നുകളൊക്കെ കൊടുക്കുന്ന സമയത്ത് ചെക്ക് ആൻഡ് ഡബിൾ ചെക്ക് മെഡിക്കേഷൻസ്, റിലേറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ്, ലേബൽ, പേഷ്യന്റ് ഐഡന്റിറ്റി. അതുപോലെ തന്നെ ഇപ്പൊ നഴ്സസ് ആണെങ്കിലും അവർ ആ ഒരു മരുന്നുകൾ കൊടുക്കുമ്പോൾ ചെക്ക് ആൻഡ് ഡബിൾ ചെക്ക്, ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യം ആ ഒരു മരുന്ന് തന്നെയാണോ കൊടുക്കേണ്ടത് എന്ന് ചെക്ക് ചെയ്ത് ശരിയായ രീതിയിൽ റിലേറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ് തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ പ്രകാരം തന്നെ അത്ര കൃത്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയിലാണ് കൊടുത്തിരിക്കുന്നത്, കൃത്യമായിരുന്നു തന്നെയാണ് അവർക്ക് കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെ ഒരു പ്രാവശ്യം മാത്രമല്ല രണ്ട് പ്രാവശ്യം ചെക്ക് ചെയ്യുകയും അതുപോലെ ലേബൽ, പേഷ്യന്റ് ഐഡന്റിറ്റി, കൃത്യമായിട്ട് ആ രോഗിക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ആ ഒരു ഐഡന്റിറ്റി കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഡോക്ടർ നഴ്സസ് മരുന്ന് കൊണ്ടുവരുമോ ഒന്നില്ലെങ്കിൽ ആ ഒരു ഇതിന്റെ മുകളിൽ നമ്മൾ ഓരോരുത്തരുടെയും റൂം നമ്പറും ആ പേഷ്യന്റിന്റെ പേരും ഉണ്ടാകും. അല്ലെങ്കിലും അല്ലാതെയാണെങ്കിലും ആ പേഷ്യന്റിന്റെ പേര് അല്ലെങ്കിൽ ഇത്ര റൂം നമ്പറിലുള്ള പേഷ്യന്റ് ആണോ ബെഡിലുള്ള പേഷ്യന്റ് ആണോ എന്ന രീതിയിൽ എഴുതിയാ കൊണ്ടുവരുന്നതായിരുന്നു അല്ലെ, മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടത്. കാരണം പേഷ്യന്റിന്റെ കൃത്യമായിട്ടുള്ള ഐഡന്റിറ്റി ലേബൽ ചെയ്തിട്ടായിരിക്കണം കൊണ്ടുവരേണ്ടത് കൊടുക്കേണ്ടത്. ലേബലിംഗ് ലേബൽ ഓൾ ബോട്ടിൽസ് ആൻഡ് കണ്ടെയ്നേഴ്സ്. അതുപോലെ ഇപ്പൊ പേഷ്യൻസിന്റെ അവിടെ ഇരിക്കുന്ന ബോട്ടിൽസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നഴ്സിംഗ് സ്റ്റേഷനിൽ ഇരിക്കുന്ന പേഷ്യന്റ് എന്താണ് ബോട്ടിൽസും കണ്ടെയ്നേഴ്സ് ആയിക്കോട്ടെ അതൊക്കെ കൃത്യമായിട്ട് ലേബൽ ചെയ്ത് വെക്കണം. കാരണം ഒരേപോലത്തെ ബോട്ടിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലെ. അപ്പൊ അതിൽ നിന്ന് മരുന്നുകളൊന്നും പേഷ്യൻസിന് കൊടുക്കുമ്പോൾ മാറിപ്പോവാതിരിക്കാൻ വേണ്ടി കണ്ടെയ്നറുകളും ബോട്ടിലുകളും ഒക്കെ കൃത്യമായിട്ട് ലേബൽ ചെയ്ത് സൂക്ഷിച്ചിരിക്കണം. കീപ് ദ മെഡിസിൻ സപ്ലൈ ലോക്ക്ഡ്. എല്ലാ മെഡിസിൻസിന്റെ സാധനങ്ങളും സപ്ലൈസും എങ്ങനെയായിരിക്കണം? ലോക്ക് ചെയ്തായിരിക്കണം സൂക്ഷിക്കുന്നത്. അത് ഓപ്പൺ ആയിട്ട് ആർക്കെടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലൊന്നും വെക്കരുത്. അതൊക്കെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. അടുത്തതാണ് കീപ് വാർണിംഗ് സൈൻ ബോർഡ്സ് അഗെയിൻസ്റ്റ് ടോക്സിക് സബ്സ്റ്റൻസസ്. എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള അപകടമായിട്ടുള്ള സാധനങ്ങളോ വസ്തുക്കളോ ഒക്കെ എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ അത് ഇന്ന ഒരു അപകടകരമായിട്ടുള്ള സാധനമാണ്, അവിടേക്ക് പോകാൻ പാടില്ല എന്ന രീതിയിൽ പേഷ്യൻസിന് വാർണിംഗ് നൽകുന്ന രീതിയിലുള്ള വാർണിംഗ് സൈൻ ബോർഡുകൾ സ്ഥാപിക്കുകയും വേണം. ഇതൊക്കെ പേഷ്യൻസിന് പരിചരണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ടതായിട്ടുള്ള സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷയാണ്. അതിൽ ഒന്നാമത് പറയുന്നത് പേഷ്യൻസ് ഇപ്പോ വളരെ ദുർബലരായിട്ടുള്ള പേഷ്യൻസ് ആവാം, അല്ലെങ്കിൽ ദിശാബോധമില്ലാത്തവരാവാം, അല്ലെങ്കിൽ സെഡേഷന് കീഴിൽ മയക്കത്തിലിരിക്കുന്ന പേഷ്യൻസ് ഒക്കെ ചിലപ്പോൾ പെട്ടെന്ന് ആ ഒരു ബെഡിൽ നിന്ന് ചാടി ഇറങ്ങാനോ ബെഡിലേക്ക് മറ്റൊരാളുടെ സഹായമില്ലാതെ കയറാനോ ഒക്കെ ശ്രമിക്കുന്ന സമയത്ത് അവര് വീടുകൾ പരിക്കുകളോ അപകടങ്ങളോ വന്നേക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പറയുന്ന ആളുകളെ എന്ത് ചെയ്യുക, പേഷ്യൻസിനെ മനസ്സിലാക്കുക. എന്താ അവർക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഒരാളുടെ സഹായം ആവശ്യമാണ്, ഒരാളുടെ സഹായത്തോടു കൂടി മാത്രമേ ആ ബെഡിൽ നിന്ന് ഇറങ്ങാനും കയറാനും പാടുള്ളൂ എന്ന് മനസ്സിലാക്കി അവരെ ആ ഒരു ബോധത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്തിക്കുക എന്നതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത് പറയുന്നത് പേഷ്യൻസിന്റെ ബിലോങ്ങിങ്സ് കാര്യങ്ങളെല്ലാം തൊട്ടടുത്ത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ പേഷ്യൻസിനോട് എന്തെങ്കിലും ബെഡ് പാനോ യൂറിനലോ ഒക്കെ ആവശ്യമായി വന്നാൽ അതിന് വേണ്ടിയിട്ട് നഴ്സസിനെ നഴ്സിംഗ് ബോർഡ് ബെല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് നഴ്സസിനെ വിളിക്കാവുന്നതാണ്. ദെൻ ബെഡ് റെയിൽസ് അപ്പോഴും ആ ഹോസ്പിറ്റലിലെ ബെഡിന്റെ രണ്ട് വശത്തുമുള്ള ബെഡ് റെയിൽസ് ഉപയോഗിക്കുക, ഈ കൈവരികൾ യൂസ് ചെയ്യുക. ദെൻ മെഡിക്കേഷൻസ് മരുന്നുകൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നഴ്സസ് ആണെങ്കിലും കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന നിർദ്ദേശപ്രകാരം ഡബിൾ ചെക്ക് ചെയ്യുക. മെഡിസിൻസ് ഒരു പ്രാവശ്യം അല്ല രണ്ട് പ്രാവശ്യം ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ പേഷ്യൻസിനെയും ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയിൽ മരുന്നുകൾ ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയിൽ കൃത്യമായിട്ട് ലേബൽ ചെയ്യുകയും ചെയ്യണം. നെക്സ്റ്റ് പറഞ്ഞത് കീപ് ദ മെഡിസിൻ സപ്ലൈ ലോക്ക്ഡ്. എല്ലാ
എല്ലാ മെഡിസിൻസും കൃത്യമായിട്ട് ലോക്ക് ചെയ്ത് വെക്കണം, എല്ലാ ബോട്ടിൽസും എല്ലാ കണ്ടെയ്നേഴ്സും കൃത്യമായിട്ട് ലേബൽ ചെയ്ത് വെക്കണം. അതുപോലെ പേഷ്യൻസിന് എന്തെങ്കിലും ടോക്സിക് സബ്സ്റ്റൻസോ കാര്യങ്ങളോ ഉള്ള ഒരു ഏരിയ ആണെങ്കിൽ അവിടേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള സൈൻ ബോർഡുകളും സ്ഥാപിക്കണം. ക്ലിയർ ആണോ? സേഫ്റ്റി ഇൻ പേഷ്യന്റ് കെയർ. ഓക്കെ. നെക്സ്റ്റ് വരുന്നതാണ് സേഫ്റ്റി ഇൻ ട്രാഫിക്. എന്ന് വെച്ചാൽ എന്തായിരിക്കും സേഫ്റ്റി ഇൻ ട്രാഫിക് എന്ന് വെച്ചാൽ ഇപ്പൊ പേഷ്യൻസിനെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യം. പേഷ്യൻസിന് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് മാറ്റണമെങ്കിൽ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള സുരക്ഷയാണ് സേഫ്റ്റി ഇൻ ട്രാഫിക് എന്നാണ്. സേഫ്റ്റി എന്നാണ് കേട്ടോ അവിടെ, സേഫ്റ്റി ഇൻ ട്രാഫിക്. അപ്പൊ അതിൽ ഒന്ന് രണ്ടെണ്ണമുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കാം. ഫസ്റ്റ് വണ്ണാണ് വീൽ ബ്രേക്സ്. കണ്ടിട്ടുണ്ടോ നിങ്ങള്? വീൽ ചെയർ അല്ലെങ്കിൽ സ്ട്രക്ചറിന്റെ ഒക്കെ വീലിന്റെ അവിടെ ഒരു ബ്രേക്ക് ഉണ്ട്, നമുക്ക് അവിടെ നിർത്താൻ പറ്റും, ഫിക്സഡ് ആക്കി നിർത്താൻ വേണ്ടിയിട്ട്. കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? അപ്പൊ ഇതൊക്കെ നമ്മൾ കാണാത്ത കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. ഇനി ഹോസ്പിറ്റലൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊക്കെ പോവേണ്ടതായിട്ട് വന്നാല് നിങ്ങൾ ഒന്ന് ഒബ്സർവ് ചെയ്യണം കേട്ടോ. ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടോ, എങ്ങനെയാണ് അവിടുത്തെ പ്രൊസീജിയേഴ്സ്, അപ്പൊ നമുക്ക് കുറെയൊക്കെ നമുക്ക് ഓർമ്മ കിട്ടും. ഇത് നമ്മൾ പഠിച്ചതാണല്ലോ അല്ലെ, അങ്ങനെ ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? പിന്നെ ഹോസ്പിറ്റലിൽ പോയപ്പോ ചെയ്തിട്ടുണ്ടോ? എവിടെയെങ്കിലും ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് കാണുമ്പോഴോ എവിടെയെങ്കിലും ചെല്ലുമ്പോ ഇതൊക്കെ ഇത് നമ്മൾ പഠിച്ചതാണല്ലോ, ഇത് ഇന്നതാണല്ലോ എന്നൊക്കെ ഓർമ്മ വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഇവിടെ നമ്മൾ പറയുന്നത് വീൽ ബ്രേക്സ് ആണ്. അതായത് വീൽസിന്റെ, വീൽ ചെയർ അല്ലെങ്കിൽ സ്ട്രക്ചറിന്റെ താഴെയായിട്ട് വീൽ ബ്രേക്കുകൾ കൊടുത്തിട്ടുണ്ടാവും. അതെന്തിനു വേണ്ടിയാണ് വീൽ ബ്രേക്ക് കൊടുക്കുന്നത്? നമുക്ക് വീൽ ബ്രേക്ക് ഉപയോഗിച്ച് ആ ഒരു വീൽസ് അല്ലെങ്കിൽ സ്ട്രക്ചറിന്റെ ആയിക്കോട്ടെ വീൽ ചെയർ ആയിക്കോട്ടെ ലോക്ക് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഒരു ഫിക്സഡ് ആയിട്ടുള്ള സ്ഥലത്ത് ഒന്നില്ലെങ്കിൽ പേഷ്യന്റിനെ കയറ്റണം നമുക്ക്, അല്ലെങ്കിൽ പേഷ്യന്റിനെ അതിൽ നിന്ന് ഇറക്കണമെങ്കിൽ ഈ പറയുന്ന സാധനം മൂവ് ചെയ്ത് പോകാൻ പാടില്ല അല്ലെ. അതെ, മൂവ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ലോക്ക് ചെയ്ത് അതിനെ ഫിക്സഡ് ആയിട്ടുള്ള സ്ഥലത്ത് നിർത്താം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പേഷ്യന്റിനെ കൃത്യമായിട്ട് നമുക്ക് അതിൽ നിന്ന് ഇറക്കാനോ കയറ്റാനോ സാധിക്കും. അതാണ് വീൽ ബ്രേക്ക് വഴി നമ്മൾ ഉപയോഗപ്പെടുത്താണ് സുരക്ഷ ഉറപ്പുവരുത്താന്ന് പറയാം. നോക്കി, ലോക്കിംഗ് വീൽ ബ്രേക്സ് ടു സെക്യൂർ വീൽ ചെയർ ഓർ സ്ട്രക്ചർ എന്നാണ് കേട്ടോ. വീൽ ചെയർ ഓർ സ്ട്രക്ചർ ഇൻ പ്ലേസ് ബിഫോർ ലോഡിംഗ് ഓർ അൺലോഡിംഗ് എ പേഷ്യന്റ്, അസിസ്റ്റിംഗ് എ പേഷ്യന്റ് ഓൺ ഓർ ഓഫ് ദ ചെയർ. ആ ഒരു ചെയറിലേക്ക് പേഷ്യൻസിനെ കയറ്റാനോ അല്ലെങ്കിൽ ഇറക്കാനോ വേണ്ടി സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് ആ ഒരു വീൽ ചെയറിനെ അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിനെ എന്ത് ചെയ്യണം? ഫിക്സഡ് ആയിട്ട് വീൽ ബ്രേക്സ് ഉപയോഗിച്ച് ലോക്ക് നിർത്തണം, മൂവ് ചെയ്ത് പോവാതിരിക്കുന്ന രീതിയിൽ. അപ്പൊ അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് വീൽ ബ്രേക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? വീൽ ബ്രേക്ക് കണ്ടിട്ടുള്ള കാര്യം തന്നെയല്ലേ. ഇപ്പൊ അതിനൊക്കെ ഓൾമോസ്റ്റ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. രണ്ടാമത് സേഫ്റ്റി ബെൽറ്റുകൾ കണ്ടിട്ടില്ലേ? നമ്മുടെ വീൽ ചെയറിലും അല്ലെങ്കിൽ ഏതാണ് പറയേണ്ടത്? വീൽ ബ്രേക്സ് ആണോ? വീൽ ബ്രേക്സ് എന്ന് പറഞ്ഞാല് ഒന്നുമില്ല. വീൽ ബ്രേക്സ് എന്ന് പറഞ്ഞാൽ വീൽ ചെയർ അല്ലെങ്കിൽ സ്ട്രക്ചർ ഒക്കെ നമുക്ക് പേഷ്യന്റിനെ കയറ്റി കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പേഷ്യന്റിനെ ഇറക്കണം. ആ ഒരു സ്ട്രക്ചറിൽ നിന്ന് അല്ലെങ്കിൽ വീൽ ചെയറിൽ നിന്ന് ഇറക്കണം. അങ്ങനെ ഇറക്കണമെങ്കിൽ ഈ വീൽ ചെയർ അല്ലെങ്കിൽ സ്ട്രക്ചർ മൂവ് ചെയ്യാതിരിക്കണം അല്ലെ. അത് മൂവ് ചെയ്ത് പോകാൻ പാടില്ലല്ലോ. ആ മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടി അതിന്റെയൊക്കെ വീലിന്റെ അവിടെ ഒരു ബ്രേക്ക് ഉണ്ട്, നമുക്ക് ലോക്ക് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ്. വീൽ ബ്രേക്സ് ഉപയോഗിച്ച് നമുക്ക് ഈ വീൽ ചെയറിനെ അല്ലെങ്കിൽ സ്ട്രക്ചറിനെ ലോക്ക് ചെയ്ത് നിർത്തിയിട്ട് നമുക്ക് ആ ഒരു പേഷ്യന്റിനെ വളരെ എളുപ്പത്തിൽ അതിൽ നിന്ന് ഇറക്കാനോ കയറ്റാനോ സാധിക്കും. ക്ലിയറാണോ? വീൽ ബ്രേക്സ് അരുണിമയല്ലേ ചോദിച്ചേ? ഓക്കെ. അടുത്തത് സേഫ്റ്റി ബെൽറ്റ്. കണ്ടതാണ് നിങ്ങൾ നമ്മുടെ വീൽ ചെയറിലോ അല്ലെങ്കിൽ സ്ട്രക്ചറിലോ ഒക്കെ കൊണ്ടുപോകുന്ന പേഷ്യൻസിനെ സേഫ്റ്റി ബെൽറ്റുകൾ ഇട്ടിട്ടുണ്ടാവും. കണ്ടിട്ടുണ്ടോ? സേഫ്റ്റി ബെൽറ്റുകൾ ഇട്ട് കൊണ്ടുപോകുന്നേ ഉണ്ട്. അപ്പൊ നോക്കിയേ, safety belts to waist belt or side tails on structures to protect patient from falling while transporting. അപ്പൊ അവരെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവർ അതിൽ നിന്ന് താഴേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയാണ് അല്ലെ. ഇപ്പൊ വീൽ ചെയറിലാണെങ്കിലും ചിലപ്പോ ഇങ്ങനെ സ്ലോപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന ഇടങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർ പുറത്തേക്ക് മുന്നോട്ട് വീഴാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ സ്ട്രക്ചറിലാണെങ്കിലും അവർ ചിലപ്പോൾ ചെരിയുന്ന സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വീഴാൻ സാധ്യത. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ സൈഡിൽ നിന്ന് ഇങ്ങനെയുള്ള സീറ്റ് ബെൽറ്റുകൾ അല്ലെങ്കിൽ സേഫ്റ്റി ബെൽറ്റുകൾ പോലത്തെ ബെൽറ്റുകൾ ഉണ്ടാവും. അപ്പൊ അത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവർ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടി അവർ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവർ സേഫ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് സേഫ്റ്റി ബെൽറ്റുകൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ?
Then മൂന്നാമതാണ് കാർട്ട്, സ്റ്റീൽ ചെയർസ്, സ്ട്രക്ചേഴ്സ്, പുഷ് കാർട്ട്സ്, സ്റ്റീൽ ചെയർസ്, സ്ട്രക്ചേഴ്സ്, lowering watch your way ahead of you. ഇപ്പൊ കാർട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു അവിടെ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ വണ്ടികളാണ്. അപ്പൊ പല പല കാര്യങ്ങളും കൊണ്ടുപോകാനായിട്ട് നമ്മൾ പല ചെറിയ ചെറിയ വണ്ടികൾ കാര്യങ്ങളും ഉപയോഗിക്കും. മെഡിസിൻസ് കൊണ്ടുവരാനുണ്ടാവും, എക്യുപ്മെന്റ്സ് കൊണ്ടുവരാനുണ്ടാവും, അല്ലെങ്കിൽ അതുമായി പിന്നെ ഹോസ്പിറ്റലിലോട്ടുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. ഈ വേസ്റ്റ് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ മെഡിസിൻസ് നഴ്സസ് കൊണ്ടുവരുന്ന വണ്ടികളിലല്ലേ, ഉരുട്ടി കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള കാർട്ടുകളിലാണ്, വണ്ടികളിലാണ്. അതുപോലെ തന്നെ സ്റ്റീൽ ചെയർസ് ഉണ്ടാവും, സ്ട്രക്ചറുകൾ, ഇവയെല്ലാം എങ്ങനെയായിരിക്കണം? സ്ലോലി പുഷ് കാർട്സ്, അതൊക്കെ വളരെ സ്ലോ ആയിട്ട് മാത്രമേ പുഷ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ വാച്ച് യുവർ എഹെഡ് ഓഫ് യു, നമ്മുടെ മുന്നിലുള്ള വഴി ഏതാണോ അത് കൃത്യമായിട്ട് കണ്ടുകൊണ്ട് വളരെ സ്ലോ ആയിട്ട് ഇത് പുഷ് ചെയ്ത് കൊണ്ടുപോകണം, ശ്രദ്ധയോടുകൂടി. കാരണം എന്തുകൊണ്ടാ അങ്ങനെ കൊണ്ടുപോയാൽ മാത്രം, അത് ഭയങ്കര സ്പീഡിൽ നമ്മൾ അങ്ങ് ഓടിച്ചു കൊണ്ടുപോയാൽ അതിലിരിക്കുന്ന പേഷ്യൻസിന് ചിലപ്പോൾ അവിടെയുള്ള കാണാൻ വന്നിരിക്കുന്ന പേഷ്യൻസിനും ചിലപ്പോൾ അപകടം പറ്റാം, അല്ലെങ്കിൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഇരിക്കുന്ന പേഷ്യൻസിനും അപകടങ്ങൾ പറ്റാം, അല്ലെ? അതുകൊണ്ട് വളരെ സ്ലോ ആയിട്ട് നമ്മുടെ മുന്നിലുള്ള വഴികൾ ഏതാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കി ശ്രദ്ധയോടുകൂടി വളരെ സ്ലോ ആയിട്ട് ഇത് തള്ളിക്കൊണ്ടുപോകാൻ പാടുണ്ട്. ദെൻ റാമ്പ്. റാമ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അല്ലെ, ചെറിയ പ്രതലങ്ങളാണ്. Control structures and wheelchair from the lower side while going up or down a ramp. ഒരു റാമ്പിലൂടെ ഇറങ്ങുമ്പോഴാണെങ്കിലും കയറുമ്പോഴാണെങ്കിലും ആ സ്ട്രക്ചറിന്റെ അല്ലെങ്കിൽ വീൽ ചെയറിന്റെ ലോവർ സൈഡിൽ നിന്നായിരിക്കണം നിയന്ത്രണം കൊടുക്കേണ്ടത്. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു സ്ട്രക്ചറിൽ നിന്ന് ഒരാളെ നമ്മൾ ആ ഒരു റാമ്പിലൂടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങും. എവിടെ ആയിരിക്കണം നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ആൾ നിൽക്കേണ്ടത്? ആ മുകളിലായിരിക്കണോ താഴെ ആയിരിക്കണോ? റാമ്പിന്റെ സ്ലോപ്പ് ആയിട്ടുള്ള ഇടത്തായിരിക്കണം, താഴെ ആയിരിക്കണോ മുകളിലായിരിക്കണോ? താഴെ ആയിരിക്കണം. എന്താ ഉദ്ദേശിക്കുന്നത്? താഴെ ആയിരിക്കണം അല്ലെ? താഴെ നിന്നാണ് ചെയ്യേണ്ടത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആ റാമ്പിലൂടെ ഇറക്കുകയല്ല ചെയ്യുന്നത്. അപ്പൊ റാമ്പിലൂടെ ഇറക്കുമ്പോൾ അതിന്റെ സ്പീഡ് കൂടി ചിലപ്പോൾ സാധനം താഴെ പോവാം, ഉരുണ്ടു പോവാം. അപ്പൊ നമുക്ക് അതിന്റെ ഒപ്പം ചിലപ്പോൾ പിടിച്ച് നിർത്താനായിട്ട് പറ്റില്ല. അതുപോലെ ചിലപ്പോൾ ഈ പേഷ്യന്റ് ഊർന്ന സ്ലിപ്പായിട്ട് താഴേക്ക് വീഴാം അല്ലെ? അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സ്ട്രക്ചർ ആണെങ്കിലും വീൽ ചെയർ ആണെങ്കിലും എപ്പോഴും റാമ്പിലൂടെ ഇറക്കുമ്പോഴും കയറ്റുമ്പോഴും അതുപോലെ തന്നെ താഴെ നിന്നായിരിക്കണം മുന്നിൽ കയറ്റേണ്ടത്. അങ്ങനെയാണ്. അപ്പൊ ആ ഒരു ലോവർ സൈഡില് ആ ഒരു സ്ട്രക്ചറിന്റെ വീൽ ചെയറിന്റെ ലോവർ സൈഡ് എവിടെയാണോ അവിടെ നിന്നായിരിക്കണം അതിന്റെ നിയന്ത്രണം ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? റാമ്പുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞത് രണ്ട് സൈഡിലും ആണ് കാണും. പക്ഷെ കൂടുതലും ഇപ്പൊ ഒരാളൊക്കെ ഉള്ളെങ്കിൽ അതാ ഉദ്ദേശിക്കുന്നത്. രണ്ട് സൈഡിലും ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ ഒരാളൊക്കെയാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ അങ്ങനെ എപ്പോഴും ലോവർ സൈഡിൽ നിന്നായിരിക്കാം കൂടുതൽ കൺട്രോൾ കൊടുക്കേണ്ടത് എന്നാ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ അടുത്തത് സ്വിങ്ങിങ് ഡോസ്. സ്വിങ്ങിങ് ഡോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓട്ടോമാറ്റിക്കലി തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന ഡോർ കണ്ടിട്ടില്ലേ? ഹോസ്പിറ്റലില് ഓട്ടോമാറ്റിക്കലി തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന ഡോർസ്, അതാണ് സ്വിങ്ങിങ് ഡോർസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കിയേ, വെഹിക്കിൾ ത്രൂ എ സ്വിങ്ങിങ് ഡോർ, നെവർ റാമ്പ് ത്രൂ. എന്ന് വെച്ചാൽ എന്താ? ഇവിടെ സ്വിങ്ങിങ് ഡോറുകളിലൂടെയാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു പേഷ്യന്റിനെ സ്ട്രക്ചർ അല്ലെങ്കിൽ വീൽചെയറിൽ കൊണ്ടുപോകുമ്പോ അവരെ അടുത്തൊരു റൂമിലേക്കോ അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുമ്പോ ഒരു കൈ വെച്ച് ഇവരെ പിടിക്കാനും ആ ഒരു ഡോറ് തുറക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഡോസിലൂടെയാണ് ഈ പറയുന്ന സ്ട്രക്ചറോ വീൽചെയറോ കൂടുതലായിട്ടുള്ള വെഹിക്കിൾസ് അല്ലെങ്കിൽ വാഹനങ്ങൾ കൊണ്ടുപോകേണ്ടത്. അപ്പൊ എപ്പോഴും ഓട്ടോമാറ്റിക്കലി തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഡോറുകളിലൂടെ കൊണ്ടുപോകാണ്. അപ്പൊ ഇത്രയും വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഇത്രയും ഒന്ന് വായിച്ചിട്ട് വരണം കേട്ടോ. നെക്സ്റ്റ് മിസ് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, താങ്ക് യു.